നമസ്കാരം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ ഉദ്യാന കൃഷിശാസ്ത്രത്തിലെ വിവിധ വിഭാഗങ്ങൾ സംയുക്തമായി സംഘടിപ്പിച്ചു വരുന്ന സുഭിക്ഷ കേരളം ഉദ്യാന കൃഷിയിലൂടെ എന്ന വെബിനാർ പരമ്പരയിലെ 34ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വെബിനാർ തുടങ്ങുന്നതിന് മുൻപായി ഇതിൽ പങ്കെടുക്കുന്ന കർഷക സുഹൃത്തുക്കളോട് ഒരു അപേക്ഷ. ദയവ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ അഥവാ കമ്പ്യൂട്ടറിൽ കാണുന്ന ഗൂഗിൾ മീറ്റ് വീഡിയോ ഓഡിയോ ഐക്കണുകൾ ഓഫാക്കി വെക്കുക. പ്രസന്റ് നൗ ഐക്കൺ ക്ലിക്ക് ചെയ്യാതിരിക്കുക. വെബിനാറിന്റെ സുഗമമായ നടത്തിപ്പിന് ഏവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം ശാസ്ത്രീയ മാവ് കൃഷി. അവതരിപ്പിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ സിമി എസ്. ഇതിനു മുൻപ് ഈ വെബിനാർ പരമ്പരയിലെ തന്നെ ഫലവർഗ വിളകളെ കുറിച്ചുള്ള ഒരു ക്ലാസ് ഡോക്ടർ സിമി കൈകാര്യം ചെയ്തിരുന്നു. ഫലവർഗ വിളകളായ വാഴ, മാവ് തുടങ്ങിയവയിൽ ഗവേഷണ പരിചയവും ഉദ്യാന കൃഷി ശാസ്ത്രത്തിൽ അധ്യാപന പരിചയവുമുള്ള ഡോക്ടർ സിമിയെ ഇന്നത്തെ വെബിനാർ അവതരിപ്പിക്കുന്നതിനായി സസന്തോഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർ സിമി, പ്ലീസ്. നമസ്കാരം. എല്ലാവർക്കും കേൾക്കാവോ? കേൾക്കാം. സ്ലൈഡ്സ് കാണാമല്ലോ അല്ലേ? കാണാം. നമ്മുടെ കൃഷിയുടെയും നാഗരികതയുടെയും ചരിത്രവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഫലവൃക്ഷമാണ് മാവ്. ഭാരതത്തിന്റെ ദേശീയ ഫലമായ മാമ്പഴത്തിന് പഴങ്ങളുടെ രാജാവ് എന്ന ബഹുമതി തികച്ചും അന്വർത്ഥമാണ് എന്നത് അതിന്റെ വൈവിധ്യവും മാധുര്യവും ആകർഷണീയമായ വാസനയും മറ്റും തെളിയിക്കുന്നു. ലോകത്തിൽ ഏറ്റവും അധികം മാവ് കൃഷിയുള്ളത് നമ്മുടെ രാജ്യത്താണെങ്കിലും ആഗോള വിപണിയിൽ നമ്മുടെ സ്ഥാനം അത്ര മുന്നിലല്ല. ശാസ്ത്രീയമായ കൃഷിരീതികൾ അവലംബിക്കുകയും വിപണിയിലെ ന്യൂനതകൾ പരിഹരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇന്ന് ഈ സെഷനിൽ നമുക്ക് മാവ് കൃഷി ശാസ്ത്രീയമായി എങ്ങനെ മാവ് കൃഷി നടത്താം എന്നുള്ളതിനെ കുറിച്ചും വിവിധ ഇനങ്ങളെ കുറിച്ചും വിവിധ പരിചരണ മുറകളെ കുറിച്ചും നോക്കാം. മാവിന്റെ ഉദ്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഇൻഡോ മ്യാൻമർ മേഖലയാണ്. കൂടാതെ ഫിലിപ്പൈൻസ്, മലയ തുടങ്ങിയ രാജ്യങ്ങളിലും മാവ് കൃഷി നന്നായി നടന്നു വരുന്നു. അനകാർഡിയേസിയ എന്ന സസ്യ കുടുംബത്തിലെ അംഗമാണ് മാവ്. ഏകദേശം 49 സ്പീഷീസുകൾ ഉണ്ട്. കശുമാവ്, പിസ്ത, അമ്പഴം തുടങ്ങിയവയാണ് ഈ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ. മാഞ്ചിഫറ ഇൻഡിക്ക എന്ന ശാസ്ത്രനാമമാണ് നമ്മൾ സാധാരണ കഴിക്കുന്ന മാമ്പഴം ഉൾപ്പെട്ട മാവിന്റെ ശാസ്ത്രനാമം. എന്നാൽ ഭക്ഷ്യയോഗ്യമായ മറ്റു ചില സ്പീഷീസുകളും ഉണ്ട്. അവയിൽ ചിലതാണ് മാഞ്ചിഫെറ സിൽവാറ്റിക്ക, മാഞ്ചിഫെറ സീഷ്യ, മാഞ്ചിഫെറ ഫീറ്റിഡ, മാഞ്ചിഫെറ ഒഡറേറ്റ, മാഞ്ചിഫെറ പജാങ് തുടങ്ങിയവ. ഈ ഇനങ്ങൾ, അതായത് വന്യ ഇനങ്ങളും ഈ നമ്മുടെ മ്യാൻമർ, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ കാണുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിൽ വളരെ പുരാതന കാലം മുതൽ തന്നെ മാവ് കൃഷി ഉണ്ടായിരുന്നു. മുഗൾ രാജവംശ കാലത്താണ് മാവുകൾക്ക് ഏറെ പ്രാധാന്യം കൽപ്പിച്ചു പോകുന്നത്. അക്ബർ ചക്രവർത്തി 100,000 മാവുകൾ ബീഹാറിൽ നട്ടുപിടിപ്പിക്കുകയുണ്ടായി. ലാഖ് ബാഗ് എന്നാണ് അത് അറിയപ്പെട്ടത്. അങ്ങനെ തന്നെ നമ്മുടെ ചരിത്രവുമായി നമ്മുടെ മാവ് കൃഷി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതായി കാണാം. പല രാജാക്കന്മാരുടെയും പേരുകൾ നമുക്ക് മാവ് ഇനങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. ജഹാംഗീർ, ഹിമായുദ്ദീൻ, അലി പസന്ത് തുടങ്ങിയവ. കൂടാതെ ഓരോ ടൈറ്റിൽസ്, അതായത് ജയിലർ, കളക്ടർ തുടങ്ങിയ ടൈറ്റിലുകളും മാവുകൾക്ക് ഇട്ടിട്ടുണ്ട്. സ്ഥലങ്ങളുടെ പേര് ദശേരി, ബങ്കനപ്പള്ളി തുടങ്ങിയ ഇനങ്ങൾ സ്ഥല പേര് വെച്ചിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ വലിപ്പം അനുസരിച്ച് മാവിന്റെ പേരുകളിൽ മാവിന്റെ വലിപ്പത്തിനും ഇനങ്ങളുടെ പേരിൽ സ്വാധീനം കണ്ടുവരുന്നു. നിറത്തിലും രുചിയിലും എല്ലാം തന്നെ വളരെയധികം വൈവിധ്യം കാണിക്കുന്നുണ്ട് വിവിധ ഇനങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ മാവിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ വർഗീകരണം നടത്തുന്നതിന് വിവിധ സ്വഭാവങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത്
പ്രാഥമിക ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അതിന്റെ ഷേപ്പ്, അതിന്റെ ചുണ്ടിന്റെ ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ സെക്കൻഡറി ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇലകളുടെ ടിപ്പ്, അതുപോലെയുള്ള കാര്യങ്ങൾ. ഇപ്പം ആകൃതിയിൽ തന്നെ പല ആകൃതിയിലുള്ള മാമ്പഴങ്ങൾ ഇന്ന് ലഭ്യമാണ്. ചിലത് ഉരുണ്ടിരിക്കും, ചിലത് നീണ്ടിരിക്കും, ഇടത്തരം ഷേപ്പിലുള്ളതും ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ ചുണ്ട് ഇല്ലാത്ത ഇനങ്ങളുണ്ട്, വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ചുണ്ട് ഉള്ള ഇനങ്ങളും ലഭ്യമാണ്. ഇലകളുടെ അരിക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള അരികുള്ളതുണ്ട്, അതുപോലെ തന്നെ വളഞ്ഞു പിളഞ്ഞുള്ളതുണ്ട്, മടങ്ങിയതുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഷേപ്പിനും അഗ്രഭാഗങ്ങളിലും പല ടൈപ്പിലുള്ള അഗ്രഭാഗങ്ങളുള്ള ഇലകളും ലഭ്യമാണ്. അതുപോലെ തന്നെ അതിന്റെ മാമ്പൂവിന്റെ ആകൃതിയിലും വളരെയധികം വൈവിധ്യമുണ്ട്. പല ഇനങ്ങൾക്ക് തളിരിലയുടെ നിറത്തിലും വൈവിധ്യമുണ്ട്. അതുപോലെ മാങ്ങ എണ്ണയിൽ ഉണ്ടാവുന്ന വെയിൻസിന്റെ അതിന്റെ ഞരമ്പുകളുടെ വിന്യാസത്തിലും വ്യത്യാസമുണ്ട്. മാവുകൾ കായ്ച്ചു കിടക്കുന്നത് ഒരു കുലയിൽ ഒരെണ്ണം മുതൽ 50ഓളം മാങ്ങകൾ വരെ ഉണ്ടാവുന്ന അത്രയും വൈവിധ്യമുണ്ട് മാവുകൾക്ക്. അതിനനുസരിച്ചാണ് അതിന്റെ വർഗീകരണം വരുന്നത്. അതുപോലെ തന്നെ അത് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ, ഓരോ സംസ്ഥാനത്തിനും പ്രത്യേകം ഇനങ്ങൾ, അതായത് കൂടുതലായും കൃഷി ചെയ്യുന്ന ഇനങ്ങൾ വ്യത്യസ്തമാണ്. ആന്ധ്രാപ്രദേശിലാണെങ്കിൽ ബംഗനപ്പള്ളി, ബാംഗ്ലോറ, ചെറുകിരശം, ഹിമായുദ്ദീൻ, സുവർണരേഖ തുടങ്ങിയ ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. അതുപോലെ ഓരോ സംസ്ഥാനത്തിനും വിവിധങ്ങളായ ഇനങ്ങളാണ് കൃഷി ചെയ്ത് വരുന്നത്. നമുക്ക് ഇനി കുറച്ച് മാവ് ഇനങ്ങളുടെ, അതായത് അറിയപ്പെടുന്ന മാവ് ഇനങ്ങളുടെ ചിത്രങ്ങൾ കാണാം. ഏറ്റവും കൂടുതൽ കമേഴ്ഷ്യലായിട്ട് വ്യാവസായിക പ്രാധാന്യമുള്ള ഇനമാണ് അൽഫോൺസോ, അലംപൂർ ബനേഷൻ, അമ്രപാലി. ഇത് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടില് അവിടെ നിന്ന് ഉരുത്തിരിച്ച് എടുത്ത ഒരു ഹൈബ്രിഡ് ഇനമാണ്. ഇത് മറ്റൊരു ഹൈബ്രിഡ് ഇനമാണ് മല്ലിക. പുതിയ ഇനങ്ങൾ IARA നിന്ന് റിലീസ് ചെയ്ത പുതിയ ഇനങ്ങളാണ് പൂസ പ്രതിഭ, പൂസ ശ്രേഷ്ഠ്, പൂസ ലാലിമ, പൂസ പീതാംബർ തുടങ്ങിയവ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ റിസർച്ച് ബാംഗ്ലൂർ അവിടെ നിന്ന് റിലീസ് ചെയ്ത ഇനങ്ങളാണ് അർക്ക അരുണ, അർക്ക നീലകിരൺ, അർക്ക പുനീത്, അർക്ക അൻമോൽ. ബാംഗ്ലോറ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഈ ബാംഗ്ലോറയും ബംഗനപ്പള്ളിയും. വളരെയധികം വാണിജ്യ പ്രാധാന്യമുള്ള ഇനങ്ങളാണ്. അതിന്റെ വലിപ്പ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പൾപ്പ് നമുക്ക് പ്രോസസ്സിങ്ങിനും ക്യാനിങ്ങിനും ഒക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ബെന്നറ്റ് അൽഫോൺസോ, ചെറുകരസം, ചിന്നരസം തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിന്ന് അവിടെ റിലീസ് ചെയ്ത ഇനങ്ങളാണ് പെരിയകുളം 1, 2, പായൂർ തുടങ്ങിയ. ക്രീപ്പിംഗ് ചെറിയ ഉരുണ്ട മാവിനമാണ്. ദശേരി, ചൗസ ഒക്കെ നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഇനങ്ങളാണ്. ഫിറാങ്കി ലഡുവ നല്ല വലിപ്പമുള്ള തൂക്കം കൂടുതലുള്ള മാവിനമാണ്. ഖുദാദത്ത്, ഹിമായുദ്ദീൻ, ജയിലർ. അതിന്റെ ബീക്ക് അല്ലെങ്കിൽ ചുണ്ടിന്റെ ആകൃതി വളരെ പ്രോമിനന്റ് ആണ്, നമുക്ക് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ജനാർദ്ദൻ പസന്ത്, കാലപ്പാടി കുലകളായി ചെറിയ മാമ്പഴമാണ്, അതിനും പ്രോമിനന്റ് ആയിട്ടുള്ള ചുണ്ട് ഉള്ളതാണ് കാലപ്പാടി. മൽഗോവ വളരെ വലിപ്പമുണ്ടെങ്കിലും ഇതിന്റെ മൊത്തത്തിലുള്ള ഈൽഡ് വളരെ കുറവാണ്, ഈ കായ്കളുടെ എണ്ണം വളരെ കുറവായിരിക്കും. മുണ്ടപ്പ, റുമാനി ആപ്പിളിന്റെ ആകൃതിയാണ് റുമാനി. മഞ്ചീര, സിന്ധു എന്ന് പറയുന്നത് ഒരു ഇതിനെ സീഡ്ലെസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ മാങ്ങയണ്ടി തീരെ കനം കുറഞ്ഞതാണ്, വളരെ നേർത്ത മാങ്ങയണ്ടിയാണ് ഇതിനുള്ളത്. സിന്ധൂരം, സുവർണരേഖ, ഇതൊക്കെ അതിന്റെ ആ ചുമന്ന വർണ്ണം, അതാണ് അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. രത്ന താരതമ്യേന വലിയ പഴങ്ങളുള്ള മാമ്പഴമാണ്. നീലം നമ്മുടെ നാട്ടിൽ ഏറ്റവും അവസാനമായി വരുന്ന, അതായത് ലേറ്റ് ആയിട്ട് പാകമാകുന്ന ഒരു ഇനമാണ് നീലം. ഇത് ലേറ്റ് ആയിട്ട് പാകമാകുന്ന ഇനങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പാകമായി വരുന്ന സമയത്ത് മഴ തുടങ്ങിക്കഴിയും. അപ്പൊ അതിന്റെ പ്രശ്നം, എന്നാലും മഴയുടെ ദോഷഫലങ്ങളൊന്നും ഒരു പരിധി വരെ തരണം ചെയ്തു വരാനുള്ള കഴിവ് നീലം എന്ന ഇനത്തിനുണ്ട്. ഇത് കൂടാതെ നമ്മുടെ കേരളത്തിൽ വളരെയധികം നാടൻ മാവിനങ്ങളുണ്ട്. നമുക്ക് അറിയാം, നമ്മുടെ പഴയ ജനറേഷനിലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, നമ്മൾ ഇന്ന് വീട് നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് ഇനം മാവിനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ കഥകൾ പറയാൻ എല്ലാവർക്കും മിക്കവർക്കും ഉണ്ടാവും.
ഇങ്ങനെ മാവിനുള്ളിൽ മാങ്ങ എടുത്തിട്ട് മുകൾ വശം ചെറിയൊരു ഹോൾ ഉണ്ടാക്കി ചപ്പിക്കുടിയൻ മാങ്ങ മുതൽ നാരങ്ങ മാങ്ങ, കാരക്ക മാങ്ങ, അങ്ങനെ തേങ്ങാ മാങ്ങ, ചക്ക മാങ്ങ, അങ്ങനെ വളരെ അധികം വൈവിധ്യങ്ങളാർന്ന കൽക്കണ്ട മാങ്ങ, അങ്ങനെയുള്ള ഒരുപാട് മാവിനങ്ങൾ പണ്ട് ഈ ഭൂമുഖത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവ നമ്മുടെ ഈ അമിതമായ നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും എല്ലാം കാരണം നമ്മൾ മാവുകളെ വെട്ടി നശിപ്പിക്കുകയും അവ ഭൂമുഖത്ത് നിന്ന് തന്നെ പല ഇനങ്ങളും ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്നാൽ ചില കേരളത്തില്, അത് പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ നടത്തിയ പഠനത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ കുറച്ച് വൈവിധ്യമാണ് കുറച്ച് നാടൻ മാവിനങ്ങൾ ഞാനിവിടെ പരിചയപ്പെടുത്താം. ചാമ്പവരിക്ക, കപ്പമാങ്ങ, കർപ്പൂരം മാങ്ങ വേറെയും പല പേരിലും അറിയപ്പെടുന്നുണ്ട്. പോളച്ചിറ മാങ്ങ എന്നും നെടുങ്ങോലൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ മാങ്ങയാണ്. നല്ല വലിപ്പമുണ്ട് ഇതിന്. കപ്പമാങ്ങയും സാമാന്യം നല്ല ദശയുള്ള വലിയ മാങ്ങയാണ്. ചെറിയ കിളിച്ചുണ്ടൻ, കർപ്പൂരവരിക്ക, കോട്ടൂക്കോണം വരിക്ക തിരുവനന്തപുരത്തിന്റെ തനതായ ഒരു ഇനമാണ്. ഇതിനെ ചെങ്കവരിക്ക എന്നും പറയും. നല്ല കടും ഓറഞ്ച് നിറമുള്ള ദശയാണ് ഇവയ്ക്കുള്ളത്. നല്ല നാരുണ്ട്, മധുരവുമുണ്ട്. കൊളമ്പി മാങ്ങ, വെള്ളൈ കൊളമ്പൻ എന്നും പറയും. നീണ്ട നല്ല ജ്യൂസി ആയിട്ടുള്ള സ്വാദുള്ള മാമ്പഴം. വളരെ അധികം വലിപ്പവും തൂക്കവുമുള്ള മുതലമൂക്കൻ. മൈലാപ്പൂ മാങ്ങ, അതിന്റെ നിറം വ്യത്യസ്തമാണ്. പഞ്ചസാര വരിക്ക, പേരയ്ക്ക മാങ്ങ, പ്രിയൂർ എന്ന് അറിയപ്പെടുന്നു. ഇതിന്റെ പച്ച മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പേരയ്ക്കയുടെ ടേസ്റ്റ് ആണുള്ളത്. വെള്ളരി മാങ്ങ നമ്മുടെ തെക്കൻ ജില്ലകളിലൊക്കെ വളരെ പ്രചാരത്തിലുള്ള ഒരു അച്ചാർ വേണ്ടി ഉപയോഗിക്കുന്ന മാങ്ങയാണ്. ചന്ദ്രക്കാരൻ നമുക്കറിയാം. ഇത് കൂടാതെ വളരെയധികം നാട്ടുമാവ് ഇനങ്ങളുണ്ട്. നാട്ടുമാവുകൾ വളരെ ഉയരത്തിൽ വളരുകയും അവ പ്രധാനമായും അച്ചാറിടാനും മാമ്പഴ പുളിശ്ശേരി പോലുള്ള വിഭവങ്ങൾ ഒരുക്കുന്നതിനുമാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ചന്ദ്രക്കാരൻ അവയിലൊന്നാണ്. പൂവാണ്ടൻ. ഇനി നമുക്ക് ഇതിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ കാലാവസ്ഥ, മണ്ണ് മുതലായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാം. മാവ് പ്രധാനമായും ഉഷ്ണമേഖലാ പ്രദേശങ്ങൾക്കും മിത ഉഷ്ണമേഖലാ പ്രദേശങ്ങൾക്കും അനുയോജ്യമായ ഒരു വിളയാണ്. സമുദ്രനിരപ്പ് മുതൽ 1460 മീറ്റർ ഉയരത്തിൽ വരെ നന്നായി വളരും. ഏറ്റവും അനുയോജ്യമായ താപനില 21 മുതൽ 27 ഡിഗ്രി വരെയാണ്. ഒരു വർഷത്തിൽ 250 സെന്റിമീറ്റർ എങ്കിലും മഴ കിട്ടുന്ന സ്ഥലങ്ങളിൽ നന്നായി വരും. എന്നാൽ പൂക്കുന്നതിന് തൊട്ട് മുന്നേ ആയി വളരെ ശക്തിയായ മഴ ഉണ്ടാകുന്നത് അതിന്റെ പൂക്കൾ ഉണ്ടാകുന്നതിന് പ്രതികൂലമായി ബാധിക്കുകയും കായിക വളർച്ച കൂടുതലായി ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ പൂക്കുന്ന സമയത്തും കായ് പിടിക്കുന്ന സമയത്തും ഉള്ള അമിതമായ മഴ ഇതിന്റെ പരാഗണത്തെയും കായ് പിടുത്തത്തെയും കായ് പാകമാകുന്നതിനെയും പ്രതികൂലമായി ബാധിക്കും. അതുപോലെ തന്നെ രോഗകീടബാധയും കൂടുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. പൂക്കുന്ന സമയത്ത് മഞ്ഞും അമിതമായ മഴയും നല്ലതല്ല. വരണ്ട തണുപ്പുള്ള കാലാവസ്ഥ ആണ് ഏറ്റവും അനുയോജ്യം. അത് പൂക്കുന്ന സമയത്തും അതുപോലെ തന്നെ പൂത്തതിന് ശേഷം നമ്മൾ വിളവെടുക്കുന്ന സമയം ഒക്കെ ആവുമ്പോഴത്തേക്കും നല്ല കടുത്ത വേനലും കായ് വികസിച്ച് വളർന്നു വരുന്ന സമയത്ത് നല്ല മഴയും അനുയോജ്യമായ ഘടകങ്ങളാണ്. വിവിധങ്ങളായ മണ്ണിൽ മാവ് കൃഷി ചെയ്യാം, എങ്കിലും വെള്ളക്കെട്ട് അവോയ്ഡ് ചെയ്യേണ്ട. അതുപോലെ തന്നെ അമിതമായ ക്ഷാരഗുണമോ പാറകൾ നിറഞ്ഞതോ ഉപ്പുരസമുള്ളതോ ആയ മണ്ണ് നമ്മൾ മാവ് കൃഷിക്ക് തിരഞ്ഞെടുക്കാൻ പാടില്ല. ഉപ്പുരസത്തിനെ അതിജീവിക്കാൻ കഴിവുള്ള ചില ഇനങ്ങളുണ്ട്. കുറുക്കൻ, നീലേശ്വർ ഡ്വാർഫ്, നക്കരെ തുടങ്ങിയ ഇനങ്ങൾ. ഈ ഇനങ്ങള് നമുക്ക് ഒട്ടുമാവ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അതായത് ഗ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ താഴ്വശമായി, അതായത് റൂട്ട് സ്റ്റോക്ക് ആയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കറുത്ത മണ്ണ്, കൂടുതൽ കളിമണ്ണ് കൂടുതൽ അടങ്ങിയ മണ്ണ് എന്നിവ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കുറഞ്ഞത് 2 മീറ്റർ എങ്കിലും ആഴമുള്ള ഇളക്കമുള്ള മണ്ണ് മാവ് കൃഷിക്ക് വേണം.
അമ്ലതയാണെങ്കിൽ pH 5.5 മുതൽ 7.5 വരെയാണ് ഏറ്റവും അനുയോജ്യം. ചെറിയ പുളിരസമുള്ള മണ്ണാണ് നമ്മുടെ സാധാരണ ഇവിടെയുള്ള വെട്ടുകൽ മണ്ണ്, വളരെ അനുയോജ്യമാണ്. അതുപോലെ തന്നെ 3 മീറ്റർ ആഴം വരെ അതിന് താഴെ മാത്രമേ വെള്ളം ഉണ്ടാകാൻ പാടുള്ളൂ. 3 മീറ്ററിൽ മുകളിൽ വെള്ളം ഉണ്ടായിരിക്കണം. അതായത് വാട്ടർ ടേബിൾ 3 മീറ്ററിന് മുകളിൽ നിൽക്കണം. കേരളത്തിന് വേണ്ടി അനുയോജ്യമായ ഇനങ്ങളാണ് അൽഫോൺസോ, കാലാപ്പാടി, നീലം, മുണ്ടപ്പ, പൈറി, ബാനേഷൻ, അലമ്പൂർ ബാനേഷൻ, ബാംഗ്ലോറ, സിന്ധൂരം, രത്ന, മൽഗോവ, സുവർണരേഖ തുടങ്ങിയ ഇനങ്ങൾ. അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ പ്രസിദ്ധമായ അനേകം ഇനങ്ങളുണ്ട്. കെൻസിംഗ്ടൺ, കെന്റ്, ഹെയ്ഡൻ തുടങ്ങിയവ. അതുപോലെ തന്നെ കുറച്ച് സങ്കര ഇനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ പടങ്ങൾ നേരത്തെ കാണിച്ചായിരുന്നു. IARL നിന്നും IIHR നിന്നും തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇത് ഹൈബ്രിഡ്സ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ സങ്കര ഇനങ്ങൾ ഉണ്ടാക്കുമ്പോൾ മാവ് മറ്റ് വിളകളെ അപേക്ഷിച്ച് മാവില് ഹൈബ്രിഡ്സ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാവിന്റെ പൂക്കളുടെ വലിപ്പം തീരെ കുറവാണ്, വളരെ ചെറിയ പൂക്കളാണ്. അതുകൊണ്ട് തന്നെ പരാഗണവും അതിന്റെ ആൺഭാഗം മുറിച്ചു മാറ്റലും എല്ലാം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ മാവില് വലിയ തോതില് പൂവ് കൊഴിയുന്ന ഒരു ഫ്രൂട്ട് ഡ്രോപ്പ് ഉണ്ട്. പല സ്റ്റേജിലായിട്ട് കായ് കൊഴിയുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു സങ്കര ഇനം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഒരു വിത്ത് മാത്രമേ ഒരു കായിൽ നിന്ന് കിട്ടുള്ളൂ. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത് വളരെയധികം പരപരാഗണം നടക്കുന്ന ഒരു വിളയാണ്. കൂടാതെ ഇതിനകത്ത് എംബ്രിയോ അബോർഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കായ് ഫലം തന്നു തുടങ്ങാനുള്ള കാലതാമസവും മറ്റൊരു ബുദ്ധിമുട്ട് ആണ്. അതേസമയം നമ്മുടെ ഒരു ടിപ്പിക്കൽ ഐഡിയൽ മാവ് എങ്ങനെയുള്ളത്, അല്ലെങ്കിൽ മാങ്ങ ഇവിടെ ക്യാരക്ടർ എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇഡിയോ ടൈപ്പ് എന്ന് പറയും. അതായത് പൊക്കം കുറഞ്ഞ ഇടത്തരം വലിപ്പമുള്ള മാവായിരിക്കണം. അത് നമ്മൾ അതിസാന്ദ്രത കൃഷി അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അധികം പടർന്ന് പന്തലിക്കാത്ത ശാഖകൾ ഉള്ളതാണ് അനുയോജ്യം. അതുപോലെ എല്ലാ വർഷവും കായ്ഫലം തരുന്നതായിരിക്കണം, നന്നായി കായ്ക്കുന്നതായിരിക്കണം, കായ് കൊഴിച്ചിൽ കുറവുള്ളതായിരിക്കണം. പിന്നെ ഇടത്തരം മുതൽ വലിയ പഴങ്ങളുള്ള ചെറിയ വിത്തുള്ളതാണ് ഏറ്റവും നല്ലത്. കാണാൻ വളരെ ആകർഷകമായ കളറും തൊലിയും ആണ് അനുയോജ്യം. അതുപോലെ നാരിന്റെ അളവ് കുറവും നല്ല മധുരവും ഉള്ളതായിരിക്കണം. രോഗകീടബാധ താരതമ്യേന കുറവുള്ളതായിരിക്കണം. അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവുള്ളതായിരിക്കണം. പിന്നെ ഇതിന് മാവില് രോഗങ്ങളും കീടങ്ങളും കൂടാതെ ചില ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന് പറയും, മറ്റു ചില ഘടകങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് കുറവുള്ളതായിരിക്കും. പിന്നെ ഇതിൽ കാണുന്ന വേറൊരു പ്രതിഭാസമാണ് ബഹുഭ്രൂണത അല്ലെങ്കിൽ പോളി എംബ്രിയോണി. നമ്മൾ സാധാരണ ഒരു മാങ്ങ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വിത്തിൽ നിന്നും ഒരൊറ്റ തൈയാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ചില ഇനം മാവില് ഒന്നിന് പകരം 2 2 കൂടുതലോ തൈകൾ ഒരേ വിത്തിൽ നിന്നും ഉണ്ടാവുന്നതായിട്ട് കാണാം. ഇതിനെയാണ് ബഹുഭ്രൂണത എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു വിത്തിനുള്ളിൽ പല പല ഭ്രൂണങ്ങൾ, 2 അതിൽ കൂടുതലോ ഭ്രൂണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഒരു വിത്തിൽ നിന്നും 3 മുതൽ 8 തൈകൾ വരെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കായിക ഭാഗങ്ങളിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് വന്നതായിരിക്കും. അതിൽ ഒരു തൈ മാത്രം ആയിരിക്കും യഥാർത്ഥ തൈ. അതായത് പരാഗണവും ബീജസങ്കലനവും നടന്ന് ഉണ്ടാകുന്ന ഒരേ ഒരു തൈ അതിലുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം കായിക ഭാഗങ്ങളിൽ നിന്നും വന്ന കായിക തൈകളായിരിക്കും. അപ്പൊ അത്തരം തൈകൾ നമ്മൾ നടുകയാണെങ്കിൽ മാതൃസസ്യത്തിന്റെ അതേ ഗുണമുള്ള ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒറ്റ തൈ ഞാൻ പറഞ്ഞല്ലോ, സെക്ഷുവൽ സീഡ്ലിംഗ് ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. അത് ആരോഗ്യം വളരെ കുറവുള്ളതും കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നശിച്ചു പോവുകയും ചെയ്യും. അപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ബഹുഭ്രൂണത നമ്മൾ സാധാരണ പ്രൊപ്പഗേഷൻ പറയുമ്പോൾ, അതായത് വംശവർദ്ധന നടത്തുമ്പോൾ നമ്മൾ വിത്തിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നതെങ്കിൽ അത് മാതൃസസ്യത്തിന്റെ അതേ ഗുണങ്ങൾ അതിന് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ബഹുഭ്രൂണത കാണിക്കുന്ന
ഇനങ്ങളിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന തൈകൾ, വിത്ത് മുളച്ചുണ്ടാകുന്ന തൈകൾക്ക് മാതൃസസ്യത്തിന്റെ അതേ ഗുണങ്ങൾ കായിക പ്രവർത്തനം നടത്തി ഉണ്ടാകുന്ന പോലെ തന്നെ മാതൃസസ്യത്തിന്റെ അതേ ഗുണങ്ങൾ ഉണ്ടാകും. എന്നാൽ വിത്ത് മുളച്ചുണ്ടാകുന്ന തൈകളുടെ മറ്റ് അഡ്വാൻറ്റേജസ് ഇതിനുണ്ടാവും. നല്ല തായ് വേരുണ്ടാവും, നല്ല വേരുപടലം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അഡ്വാൻറ്റേജസ് ഒക്കെ ഇതിനുണ്ടാവും. അപ്പം മാതൃസസ്യത്തിന്റെ അതേ ഗുണങ്ങൾ ഉണ്ടാവാൻ നമുക്ക് ഈ തൈകൾ ഉപയോഗിക്കാവുന്നതാണ്. ചില ബഹുഭ്രൂണത കാണിക്കുന്ന ഇനങ്ങളാണ് ബപ്പക്കായ്, ഓളൂർ, ചന്ദ്രക്കാരൻ, മയിൽപീരിയൻ, നീലേശ്വർ ദാർ, ഗുവ, സേലം മാങ്ങ, കുറുക്കൻ, പാഹുട്ടാൻ, സെനോറ, റിക്കോ. ഇനി നമ്മുടെ ഓരോ ക്യാരക്ടറിനും യോജിച്ച ഇനങ്ങളുണ്ട്. അതായത് പൊക്കം കുറവുള്ള മാവാണ് നമുക്ക് ആവശ്യമെങ്കിൽ അതിനനുയോജ്യമായ ഇനങ്ങളാണ് ക്രീപ്പിംഗ്, ലാംഗ്ര, റുമാനി, മഞ്ചീര, അർക്ക അരുണ, അമ്രപാലി തുടങ്ങിയവ. അതുപോലെ കൂടുതൽ ദ്വിലിംഗ പുഷ്പങ്ങൾ, മാവിൽ 2 ടൈപ്പ് പുഷ്പങ്ങളാണ് ഉള്ളത്. ഒന്ന് ആൺപൂവും, രണ്ടാമത്തത് ദ്വിലിംഗ പുഷ്പങ്ങൾ. അപ്പൊ ദ്വിലിംഗ പുഷ്പങ്ങൾ കൂടുതൽ ഉണ്ടായാലാണ് കൂടുതൽ കായ്ഫലം ഉണ്ടാകുന്നത്. അപ്പൊ അത്തരം ദ്വിലിംഗ പുഷ്പങ്ങളുടെ എണ്ണം കൂടുതൽ ഉണ്ടാകുന്ന ഇനങ്ങളാണ് ദശേരി, ലാംഗ്ര, നീലം, അമ്രപാലി, അൽഫോൺസോ തുടങ്ങിയവ. അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനും യോജിച്ച ഇനങ്ങൾ ലഭ്യമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് മൂലകാന്ഡം ആയിട്ട് ഉപയോഗിക്കുന്ന തൈകൾ അതിന്റെ ആരോഗ്യം അനുസരിച്ച്, അല്ലെങ്കിൽ അത് എത്രത്തോളം അതിന്റെ വിഗർ അനുസരിച്ച് അതിനെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് വളരെ പൊക്കം കുറഞ്ഞ ചെടികൾ കിട്ടണമെങ്കിൽ നമ്മൾ തോത്താപുരി, റെഡ് സ്മോൾ അല്ലെങ്കിൽ ബാംഗ്ലോറ, മൂവാണ്ട്, കാലപ്പടി, ഊലൂർ, വെള്ളൈക്കോലുമ്പൻ തുടങ്ങിയ ഇനങ്ങൾ റൂട്ട് സ്റ്റോക്ക് ആയിട്ട് ഉപയോഗിക്കാം. ഇടത്തരം വലിപ്പമുള്ള മരങ്ങളാണ് നമുക്ക് ആഗ്രഹമെങ്കിൽ നീലം, ബോംബെ ഗ്രീൻ തുടങ്ങിയ ഇനങ്ങൾ ഉപയോഗിക്കണം. വളരെ വലിപ്പമുള്ള മരമാണ് ആവശ്യമെങ്കിൽ ലാംഗ്ര, ദശേരി തുടങ്ങിയ ഇനങ്ങളാണ് നമ്മൾ റൂട്ട് സ്റ്റോക്ക് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. കൂടാതെ നമുക്കറിയാം മാവില് കായ്ഫലം മാവിന്റെ പൊക്കം കുറയ്ക്കാനായിട്ട് നമുക്ക് പല കെമിക്കൽസ് ഉപയോഗിക്കാം. ഇപ്പൊ പാക്ലോബ്യൂട്രസോൾ, സൈക്കോസെൽ, അലാർ തുടങ്ങിയ കെമിക്കൽസ് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഇതിന്റെ കായിക വളർച്ച കുറയ്ക്കുകയും ശാഖകളുടെ നീളം കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കൾട്ടാർ അല്ലെങ്കിൽ പാക്ലോബ്യൂട്രസോളിന് വേറൊരു ഉപയോഗം കൂടെ ഉണ്ട്. വേഗത്തിൽ പൂക്കാനും അല്ലെങ്കിൽ ഈൽഡിന് അതിന്റെ വിളവ് കൂട്ടാനും നമുക്ക് സഹായിക്കുന്നത് ഈ കൾട്ടാറിന്റെ ആപ്ലിക്കേഷൻ. അത് ഞാൻ ഇനിയും പറയും അങ്ങോട്ടുള്ള സ്ലൈഡിൽ. നമുക്ക് ഇതിന്റെ പ്രവർത്തനം പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഇപ്പം ഏറ്റവും എളുപ്പമുള്ള ഗ്രാഫ്റ്റിംഗ് മെത്തേഡാണ് എപ്പിക്കോട്ടൈൽ ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. ഇത് നമ്മള് മാങ്ങയണ്ടി നട്ട് ഒരാഴ്ച മുതൽ 15 ദിവസം അതിനു മുന്നേ നമുക്കിതിനെ റൂട്ട് സ്റ്റോക്കായിട്ട് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് സയോൺ കൊണ്ടുവന്ന് 3 മുതൽ 4 മാസം പ്രായമായ ശാഖകൾ സയോണായി കൊണ്ടുവന്ന് നമുക്കതിൽ മുറിവുണ്ടാക്കി ഒട്ടിക്കാം. വെഡ്ജ് അല്ലെങ്കിൽ ക്ലെഫ്റ്റ് രീതിയാണ് ഇതിൽ ഏറ്റവും അനുയോജ്യമായിട്ട് കാണുന്നത്. അപ്പൊ അതിനെ നമ്മൾ 3 മുതൽ 4 മാസം പ്രായമായ ശാഖ മുറിച്ച് കൊണ്ടുവന്ന് അതിന്റെ അറ്റത്ത് നമുക്ക് ആപ്പിന്റെ ആകൃതിയിൽ മുറിവുണ്ടാക്കിയ ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ മാങ്ങേണ്ടി മുളച്ച് ഒരു 2 ആഴ്ചക്കുള്ളിൽ ഉള്ള കുഞ്ഞു തൈയില് മോൾ ഭാഗം നമ്മളൊരു 10 സെന്റിമീറ്റർ താഴെ വെച്ച് മുറിച്ച് മാറ്റിയ ശേഷം 3-4 സെന്റിമീറ്റർ ആഴത്തിൽ അതിൽ വിടവുണ്ടാക്കുക. ഇതുപോലെ ആ വിടവിലേക്ക് ആപ്പിന്റെ ആകൃതിയിൽ മുറിച്ച സയോൺ ഇറക്കി വെച്ച് നന്നായി കെട്ടിയുറപ്പിക്കുക. അല്ലെങ്കിൽ വശത്തെ തൊലി കുറച്ച് ചെത്തി മാറ്റിയ ശേഷം ഇതേപോലെ ആപ്പിന്റെ ആകൃതിയിൽ മുറിച്ച സയോണ് ഇൻസേർട്ട് ചെയ്ത് സൈഡ് ഗ്രാഫ്റ്റിംഗ് വശത്തൊട്ടിക്കലും ചെയ്യാം. ഇത് കൂടാതെ വളരെ കശുമാവിൽ കൂടുതലും ചെയ്തു വരുന്നതാണ് സോഫ്റ്റ് വുഡ് ഗ്രാഫ്റ്റിംഗ്. അതാണെങ്കിൽ 1 മുതൽ 2 മാസം പ്രായമായ മൂലകാന്ഡങ്ങൾ അല്ലെങ്കിൽ റൂട്ട് സ്റ്റോക്ക് ആണ് ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ നമ്മൾ വശം ചേർത്ത് ഒട്ടിക്കുക അല്ലെങ്കിൽ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. അതിനാണെങ്കിൽ മാതൃസസ്യത്തിന്റെ ഭാഗമായി ഇരിക്കുമ്പോൾ തന്നെ സയോണിൽ മുറിവുണ്ടാക്കി കവറിൽ നട്ടു വളർത്തിയ
റൂട്ട് സ്റ്റോക്ക് മാതൃസസ്യത്തിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് മുറിവുകൾ ചേർത്ത് വെച്ച് കെട്ടുന്ന രീതിയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. 9 മുതൽ 12 മാസം പ്രായം, അതായത് ഏകദേശം 1 വർഷം പ്രായമായ റൂട്ട് സ്റ്റോക്ക് ആണ് അതിനായി ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയ ഗ്രാഫ്റ്റ് നമുക്ക് 1 വർഷം പ്രായമായ ഒട്ടുമാവിനെയാണ് നമുക്ക് മെയിൻ ഫീൽഡിലേക്ക് നടേണ്ടത്. അപ്പൊ നടുന്ന സമയത്ത് നമുക്ക് 1 മീറ്റർ വീതി, 1 മീറ്റർ ആഴം, 1 മീറ്റർ നീളം ഉള്ള കുഴികൾ എടുത്ത് അത് 1 മാസം നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇടണം. അതിനുശേഷം അതിന്റെ പുറത്ത് മേൽ മണ്ണും 10 കിലോ കമ്പോസ്റ്റ് അല്ലെങ്കിൽ കാലിവളം ചേർത്ത് നിറയ്ക്കുക. വൈകുന്നേരങ്ങളിലാണ് നടേണ്ടത്. ഇത്തരം കുഴികൾ 9 മീറ്റർ അകലത്തിലാണ് എടുക്കേണ്ടത്. അങ്ങനെ 1 ഹെക്ടറിൽ നമുക്ക് 120 മുതൽ 125 ചെടികൾ വരെ നടാം. അത് ചതുര രീതിയിലുള്ള പ്ലാന്റിംഗ് സിസ്റ്റത്തിലാണ് ഈ രീതിയിലുള്ള 120 ചെടികൾ വരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്. വൈകുന്നേരങ്ങളിൽ നടുക. നട്ട ശേഷം നമുക്ക് അതിന് താങ്ങ് കൊടുത്ത് അതിലോട്ട് കെട്ടിവെച്ചിട്ട് ചെറിയ തണല് കൊടുക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് മഴയ്ക്ക് മുന്നായിട്ടാണ് ചെയ്യേണ്ടത്. പെരുമഴയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഗസ്റ്റ് അവസാനം അല്ലെങ്കിൽ സെപ്റ്റംബറിലും നടാം. ഹൈ ഡെൻസിറ്റി പ്ലാനിങ് അല്ലെങ്കിൽ അതിസാന്ദ്രത കൃഷിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 5 മീറ്റർ അകലം മുതൽ 2.5 മീറ്റർ അകലം വരെ നമുക്ക് അത്ര അടുപ്പിച്ച് നടാൻ പറ്റും. ഇതൊരു ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ്ങിന്റെ പ്ലോട്ടിന്റെ ചിത്രമാണ്. നമുക്കിത് കൂടാതെ ഇതിനെ ജൈവ വളങ്ങളും ഇട്ട് കൊടുക്കാവുന്നതാണ്. 25 കിലോ പച്ചില, 10 കിലോ ചാരം എന്നിവ 1 വർഷം ഒരു മരത്തിന് എന്നുള്ള തോതിൽ നമുക്ക് മെയ് ജൂൺ മാസത്തിൽ ഇട്ട് കൊടുക്കാം. കായ്ച്ച തുടങ്ങുന്നത് വരെ നമുക്ക് വളം ഒറ്റ ഡോസായിട്ട് മെയ് ജൂൺ മാസത്തിൽ ഇടുകയും കായ്ച്ചതിന് ശേഷം 2 തവണകളായി മെയ് ജൂണിലും ഓഗസ്റ്റ് സെപ്റ്റംബറിലുമാണ് രാസവളമായാലും ഇട്ട് കൊടുക്കേണ്ടത്. ഇത് രാസവളം അപ്ലൈ ചെയ്യേണ്ടത് 30 സെന്റിമീറ്റർ ആഴമുള്ള ചെറിയ തടങ്ങൾ എടുക്കുക. അതായത് മാവിൽ നിന്നും 2.5 മുതൽ 3 മീറ്റർ അകലത്തിലാണ് ഇത്തരം ബേസിനുകൾ എടുത്ത് നമ്മൾ വളമിട്ടിട്ട് മണ്ണ് കൊണ്ട് മൂടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് വളപ്രയോഗം. 1 വർഷം പ്രായം വരെ നമുക്ക് 10 കിലോ കാലിവളം, 43 ഗ്രാം യൂറിയ, 100 ഗ്രാം സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്, 83 ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ ഈ തോതിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. 2 വർഷം പ്രായമായ തൈകൾക്ക് 15 കിലോ കാലിവളം, 110, 150, 125 NPK വളങ്ങൾ. 3 മുതൽ 5 വർഷം വരെ പ്രായമുള്ളവയ്ക്ക് 25 കിലോ കാലിവളം, 200, 200, 166. 6 മുതൽ 7 വർഷം പ്രായമുള്ളതിന് 40 കിലോ കാലിവളം, യൂറിയ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് MOP 540, 1075, 333 ഇങ്ങനെയുള്ള തോതിലാണ് കൊടുക്കേണ്ടത്. അങ്ങനെ വളത്തിന്റെ അളവ് കൂട്ടി 10 വർഷത്തിന് മേലെ പ്രായമുള്ള മരങ്ങൾക്ക് 75 കിലോ കാലിവളവും ഏകദേശം 1 കിലോ യൂറിയ, 2 കിലോ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്, 1.25 കിലോ MOP എന്ന തോതിൽ ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് നന്നായി പൂക്കുന്നതിനും കൂടുതൽ ദ്വിലിംഗ പുഷ്പങ്ങൾ ഉണ്ടാകുന്നതിനും എല്ലാ വർഷവും കായ്ഫലം തരുന്നതിനായിട്ടും നല്ല കൂടുതൽ സൂക്ഷിപ്പ് കാലമുള്ള കായ്കൾ ഉണ്ടാകുന്നതിനും നല്ല രുചിയും മണവും ഉള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതിനും പഞ്ചഗവ്യം സ്പ്രേ ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇത് വിവിധ സ്ഥലങ്ങളിൽ വിവിധ തോതിലാണ് വളം ആവശ്യമായി വരിക. ഇത് പൂക്കാനായിട്ട് കൂടുതലായും ഏറ്റവും അനുയോജ്യമായ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ താപനില വളരെ കുറവായിരിക്കണം. 11 മുതൽ 19 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയണം. മാത്രമല്ല പൂക്കാനുള്ള ഒരു സ്റ്റിമുലേഷൻ ഇലകളിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ കൂടുതൽ ഇലകൾ റീറ്റെയിൻ ചെയ്യുന്നത് വഴിയാണ് നമ്മൾ കൂടുതൽ പൂക്കൾ ഉണ്ടാവുന്നത്. അതുപോലെ ചില ഹോർമോണുകൾ പൂവിടലിനെ സ്വാധീനിക്കാറുണ്ട്. ഓക്സിൻ, സൈറ്റോകൈനിൻ തുടങ്ങിയ ഹോർമോണുകൾ കൂടുതൽ പുഷ്പിപ്പിക്കാനായിട്ട് സഹായകരമാണ്. അതുപോലെ ഈ പൂവിന്റെ ആദ്യ മുകുളം ഉണ്ടാകുന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ്. അത് ഓരോ സ്ഥലങ്ങളിൽ വ്യത്യസ്തമാണ്. നമ്മുടെ തെക്കൻ കേരളത്തിലാണെങ്കിൽ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് പൂക്കുന്നത്, മാവ് കൂടുതലായും പൂക്കുന്നത്. എന്നാൽ കന്യാകുമാരി
അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും ഓഫ് സീസൺ ഫ്ലവറിങ് ഉണ്ടാകുന്നതായിട്ട് കാണാം. അതായത് സീസണിലല്ലാതെ ഇടയ്ക്കൊരു തവണ കൂടി മാവുകൾ പൂക്കുന്നതായി കാണുന്നുണ്ട്. അത് സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത്. പിന്നെ ഇതിന്റെ പരാഗണം നല്ല രീതിയിൽ ഈ പൂവ് തുറക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ ആണ്. അതും പ്രത്യേകിച്ച് 8 മുതൽ 10 മണി വരെയാണ് പൂവിന്റെ ഏറ്റവും കൂടുതൽ പരാഗണത്തിന് അനുയോജ്യമായ സമയം. അപ്പൊ ഇതിന്റെ പെൺഭാഗമാണ് ആദ്യം പാകമാകുന്നത്. അത് പൂവ് തുറക്കുന്നതിന് മുമ്പ് തന്നെ ഇത് പാകമാകും. 5 ദിവസം വരെ ഇത് റിസപ്റ്റീവ് ആയിട്ടിരിക്കും, അതായത് പരാഗണത്തിന് അനുയോജ്യമായ രീതിയിൽ ഇരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ മാമ്പൂവിന് ഒരു ഡിസ്ക് എന്നിട്ടൊരു പോർഷൻ ഉണ്ട്. അവിടെ നിന്ന് ഒരു തരം നെക്ടാർ, തേൻ പോലൊരു സംഗതി സെക്രീറ്റ് ചെയ്യുന്നു. അതാണ് ഈ ഇൻസെക്ട് അല്ലെങ്കിൽ ഷഡ്പദങ്ങളെ ആകർഷിക്കുന്നത്. ഇവരാണ് പരാഗണം സാധ്യമാക്കുന്നത്. പിന്നെ നമ്മൾ പുഷ്പിപ്പിക്കാനായിട്ട് ചില ടെക്നിക്സ് ഉപയോഗിക്കാറുണ്ട്. അതിലൊന്ന് പാക്ലോബ്യൂട്രസോൾ. നേരത്തെ ഞാൻ പറഞ്ഞു, അതിന്റെ മരത്തിന്റെ വലിപ്പം കുറയ്ക്കുന്നതിന് നമ്മൾ പാക്ലോബ്യൂട്രസോൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ നേരത്തെ പൂ അല്ലെങ്കിൽ ഒരു 10-15 വർഷം ആയിട്ടും പൂ തരാത്ത അല്ലെങ്കിൽ പൂക്കാലം ഒരു കാലയളവ് വരെ കായ്ഫലം തന്ന ശേഷം അത് കായ്ഫലം കുറഞ്ഞു വരുന്ന ഒരു സമയമുണ്ടെങ്കിൽ അപ്പോൾ നമുക്കതിനെ കൂടുതൽ പൂക്കാനായിട്ട് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫ്ലവറിങ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പാക്ലോബ്യൂട്രസോൾ ഉപയോഗിക്കാം. 5 ഗ്രാം വരെ ഒരു മരത്തിൽ നമുക്ക് മണ്ണിൽ കൊടുക്കാവുന്നതാണ്. അത് സെപ്റ്റംബറിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഒരു 4 മാസം കഴിയുമ്പോഴാണ് ഇത് പൂക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് ഈ 5 ഗ്രാം പാക്ലോബ്യൂട്രസോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് മരത്തിന്റെ തടിയിൽ നിന്നും 2 അടി അകലത്തിൽ ചുറ്റിനും നമുക്ക് മണ്ണിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മണ്ണിൽ നനവ് നല്ലവണ്ണം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് 15-20 ദിവസം ഇടവിട്ട് വെള്ളം ജലസേചനം ചെയ്തു കൊടുക്കുന്നതും ആവശ്യമാണ്. അതുകൂടാതെ മരത്തിന് ആരോഗ്യപരമായ രീതിയിൽ മറ്റ് മാനേജ്മെന്റ് പ്രാക്ടീസസ്, വളവിടൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുകയും വേണം. എന്നാലാണ് അത് നല്ല രീതിയിൽ പൂക്കുക. പണ്ട് കാലം മുതൽ തന്നെ മാവ് പൂക്കാനായിട്ട് നമ്മൾ പല ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അതായത് മാവിന് ചുവട്ടിൽ തീയിട്ട് പുകയ്ക്കുക, അതുപോലെ തന്നെ ശാഖകളിൽ വലയം ഉണ്ടാക്കുക, അതിന്റെ തൊലി മുറിച്ച് മാറ്റുക, കൊമ്പ് കോതൽ നടത്തുക, അതുപോലെ സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. എത്തിഫോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ 250 പാർട്സ് പെർ മില്യൺ ppm അത് തളിച്ചു കൊടുക്കുന്നതും കൂടുതലായിട്ടും പൂ ഉണ്ടാകാനായിട്ട് സഹായിക്കും. ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നടത്തുമ്പോൾ സാധാരണ നമ്മൾ ശാഖകളിലല്ലേ പൂക്കൾ ഉണ്ടാകുന്നത്, ശാഖാഗ്രങ്ങളിൽ. അത് കൂടാതെ അതിന്റെ മെയിൻ സ്റ്റെം, അതിന്റെ പ്രധാന തടിയിൽ തന്നെ കായ്കൾ ഉണ്ടായി കിടക്കുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കും. ചെടികളിൽ പൂക്കൾ ഉണ്ടാകാൻ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് നമ്മൾ ഈ എത്തിഫോണൊക്കെ തളിക്കേണ്ടത്. പാക്ലോബ്യൂട്രസോളിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. 20 മില്ലി 15 അതിലധികമോ പ്രായമുള്ള മരങ്ങളുടെ ചുവട്ടിൽ 60 സെന്റിമീറ്റർ അകലെയായി ചെറിയ കുഴിയെടുത്ത് 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഒഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൊമ്പ് കോതൽ. മാവിനെ സംബന്ധിച്ച് മറ്റ് വിളകളെ അപേക്ഷിച്ച് റെഗുലർ ആയിട്ടുള്ള ഒരു കൊമ്പ് കോതൽ ആവശ്യമില്ല, അല്ലെങ്കിൽ പ്രൂണിങ് ആവശ്യമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പേരയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ശാഖ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ, അതായത് പുതിയതായിട്ട് വരുന്ന ശാഖയിലാണ് അതേ സീസണിൽ തന്നെ കായ്ഫലം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാവിൽ അങ്ങനെ അല്ല. മാവില് നമ്മൾ ഒരു ശാഖ ഉണ്ടായി കഴിഞ്ഞാൽ അതേ സീസണിൽ ഒരിക്കലും അതിൽ കായ് പിടിക്കില്ല. അത് അടുത്ത സീസണിൽ മാത്രമേ, ഈ സീസണിൽ ഉണ്ടാവുന്ന ശാഖയില് അടുത്ത സീസണിൽ മാത്രമേ കായ് പിടിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റെഗുലർ ആയിട്ടുള്ള പ്രൂണിങ് മാവിന് ആവശ്യമില്ല. എന്നാൽ അതിന്റെ ആകൃതി നിലനിർത്തുന്നതിനായിട്ട് നമുക്ക് കൂടുതൽ ഈൽഡ് കിട്ടുന്നതിനും വേണ്ടി നമുക്ക് സൈസ് മെയിൻ്റനൻസിന് ആവശ്യമായ പ്രൂണിങ് കൊടുക്കാം. അത് തന്നെ ചെറിയ രീതിയിലുള്ള കൊമ്പ് കൂടൽ, അതിന്റെ കൂടെ ഈ കൾട്ടാർ അല്ലെങ്കിൽ പാക്ലോബ്യൂട്രസോൾ 1000 ppm 1% വീര്യമുള്ള പൊട്ടാഷ്യം നൈട്രേറ്റ് എന്നിവ ഇലയിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇനി ഒരു രീതി എന്ന് പറഞ്ഞാൽ അതിന്റെ മരത്തിന്റെ നടുഭാഗത്ത്
തുറന്നു വിടുക. അതായത് കൂടുതൽ സൂര്യപ്രകാശം ഉള്ളിലെ ശാഖകളിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് നടുക്കുള്ള കുറച്ച് ശാഖകൾ കൊമ്പ് കോതി മുറിച്ചു വിടുന്നത് നല്ലതാണ്. അതിന്റെ അഗ്രഭാഗമാണ് മുറിച്ചു മാറ്റുന്നത്. അതുപോലെ തന്നെ കുറെ വർഷം കായ്ഫലം തന്ന ശേഷം അതിന് വളരെ സെനൈലായി അത് കായ്ഫലം തരാതായ വയസ്സായ മരങ്ങളുണ്ടെങ്കിൽ അതിനെ നമുക്ക് റീജുവനേറ്റ് ചെയ്യാനായിട്ടും പ്രൂണിങ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യേണ്ടത് അതിന്റെ മുകൾ ഭാഗം തുറന്നു വിടുന്ന രീതിയിൽ, അതായത് ഒരു മെയിൻ തടിയിൽ നിന്നും വരുന്ന ആദ്യത്തെ രണ്ടാമത്തെ പ്രൈമറി ബ്രാഞ്ച്, പ്രൈമറിയിൽ നിന്ന് വരുന്ന സെക്കൻഡറിയിൽ നിന്ന് വരുന്ന ടെർഷ്യറി, അങ്ങനെ നാലാമത്തെയും അഞ്ചാമത്തെയും ശാഖ ആണ് ഈ ഒരു രീതിയിൽ പ്രൂൺ ചെയ്യുന്നത്. നാലാമത്തെയും അഞ്ചാമത്തെയും ശാഖകൾ നമ്മൾ 30 മുതൽ 50 സെന്റിമീറ്റർ വരെ അഗ്രഭാഗത്ത് നിന്നും 30 മുതൽ 50 സെന്റിമീറ്റർ താഴെ വെച്ച് മുറിച്ചു വിടേണ്ടതാണ്. അത് ചെയ്യേണ്ടത് ഫെബ്രുവരിയിലാണ്, ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങൾ. അങ്ങനെ ശാഖകൾ മുറിച്ചു മാറ്റി ഒരു ശാഖയിൽ 10 അതിൽ കുറവോ കമ്പുകൾ മാത്രം വരുന്ന രീതിയിൽ നിലനിർത്തുക. പിന്നെ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ തെക്കൻ ജില്ലകളിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ ലൈറ്റ് പ്രൂണിങ്, വളരെ ചെറിയ രീതിയിലുള്ള കൊമ്പ് കോതലാണ് നടത്താറ്. അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ആകുമ്പോൾ 50 സെന്റിമീറ്റർ വെച്ച് മുറിക്കുക. ഇത് വളരെയധികം തിങ്ങി വളരുന്ന ഒരു ശാഖകളുള്ള മരമാണ്. അതിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കുറേ ഇടയ്ക്ക് തിങ്ങിക്കൂടി വളർന്നിരുന്ന ശാഖകളൊക്കെ മുറിച്ചു മാറ്റി അതിനുശേഷം അതില് ഇപ്പൊ നമുക്ക് ഇതിന്റെ കണ്ടാൽ തന്നെ അറിയാം, അതിന്റെ ആകൃതിയും അതിന്റെ ശാഖകളുടെ വിന്യാസവും എല്ലാം യൂണിഫോം ആയിട്ടുള്ള അകലത്തിൽ വരികയും ഈൽഡ് കൂടുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ പ്രധാന തടിയിൽ തന്നെ കായ്കൾ വരുന്നതും കാണാൻ പറ്റും ഈ രീതിയിൽ പ്രൂണിങ് കൊടുക്കുന്നവർ. പിന്നെ ഇതിന്റെ ജലസേചനം എന്ന് പറഞ്ഞാല് ആദ്യമൊക്കെ നന്നായി പിടിച്ചു കിട്ടുന്നവരെ നമുക്ക് നല്ല രീതിയിൽ ഇതിന് ജലസേചനം കൊടുക്കണം. അത് ഒരു 10 ലിറ്റർ വരെ ഒരു മരത്തിൽ 4 മുതൽ 5 ദിവസം ഇടവിട്ട് കൊടുക്കേണ്ടതാണ്. ഞാൻ നേരത്തെ ഇതിന് ജലസേചനത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരിക്കലും നമ്മളിങ്ങനെ ലിറ്റർ കണക്ക് പറയുന്നത് ശരിയല്ല. കാരണം ഓരോ സ്ഥലത്തെയും അവിടുത്തെ കാലാവസ്ഥ അനുസരിച്ചും മണ്ണിലെ ഈർപ്പത്തിന്റെ അളവനുസരിച്ചും അവിടുത്തെ കാറ്റിന്റെ വേഗത അനുസരിച്ചും സ്ഥലത്തിന്റെ ചരിവനുസരിച്ചും ഒക്കെ ജലസേചനത്തിന്റെ തോത് വ്യത്യസ്തമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അത് കായ് പിടിക്കുന്ന സമയത്തും കായ് ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്തും 10-15 ദിവസത്തിൽ ഇടവിട്ട് വെള്ളം ഒഴിക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുന്നത് വഴി കൂടുതൽ കായ് പിടുത്തം ഉണ്ടാവുകയും കായുടെ വലിപ്പവും ഗുണമേന്മയും കൂടുന്നതായും കാണുന്നുണ്ട്. കായ് പിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാല് നമ്മൾ ഒരു 5 മുതൽ 9 വർഷം പ്രായമായ മരങ്ങളിലാണെങ്കിൽ ഏകദേശം 90 ലിറ്റർ വരെ ഒരു മാവിന് വേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. 2 മുതൽ 3 മാസം പൂക്കുന്നതിന് 2 മുതൽ 3 മാസം മുൻപേ ആയിട്ട് നമുക്ക് ജലസേചനം നിർത്തിവെക്കേണ്ടതുണ്ട്. കാരണം ഒരു സ്ട്രെസ് ഉണ്ടാവുമ്പോഴാണ് എപ്പോഴും മരങ്ങള് അല്ലെങ്കിൽ ചെടികള് റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അതിന്റെ അത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പൂക്കുന്നതിന് 2-3 മാസം മുന്നേ ജലസേചനം നിർത്തിവെക്കണം. അപ്പൊ കൂടുതലായും ജലസേചനം ചെയ്യുന്നത് പല രീതികളിലാണ്. അതായത് അതിന്റെ തടത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതിന് ചുറ്റും ഒരു വളയ ആകൃതിയിൽ റിംഗ് ഇറിഗേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളം കെട്ടി നിർത്തി ഫ്ലഡിങ്, റിഡ്ജ് ആൻഡ് ഫറോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാലുകൾ എടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന രീതി, ഇങ്ങനെ പല രീതിയിലുള്ള ജലസേചന മാർഗങ്ങൾ ഉണ്ടെങ്കിലും കഴിയുമെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കാൻ പറ്റി അത് ഏറ്റവും നല്ലതായിരിക്കും. അത് വാണിജ്യ അടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യുന്നവരാണ് ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ മാവിൽ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ സ്പ്രിംഗ്ലർ ഇറിഗേഷനും നമ്മൾ കൊടുക്കാറുണ്ട്. കൂടാതെ നമ്മൾ മാവ് കൃഷി ചെയ്യുന്ന ആദ്യ വർഷങ്ങളിൽ നമുക്ക് ഇടവിളകൾ കൊടുക്കാം. അപ്പൊ അതിനായി നമുക്ക് ഇടവിളയായി പച്ചക്കറികൾ നടാം, വാഴ നടാം, പൈനാപ്പിൾ നടാം, അതുപോലെ തന്നെ മുതിര, ഉഴുന്ന് മുതലായ വിളകളും നടാം. അതുകൂടാതെ നമുക്ക് ഒരു ആവരണ വിളയായി നമുക്ക് പയറ് വർഗത്തിൽപ്പെട്ട വിളകൾ കൃഷി ചെയ്യുന്നത് നല്ലതാണ്. അത്
കളകളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നത് കൂടാതെ നൈട്രജന്റെ അളവ് മണ്ണിൽ കൂട്ടാനും സഹായിക്കും. ജൂണിലും ഒക്ടോബറിലും നന്നായി നമുക്ക് ഇട കിളച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കായ് ഫലം കൂടുതൽ ഉണ്ടാകുന്നതിനും കായിന്റെ കൊഴിച്ചിൽ കുറയ്ക്കുന്നതിനും നമുക്ക് കായ് പിടുത്തമുണ്ടായ 2 ആഴ്ച കഴിയുമ്പോൾ നാഫ്തലിൻ അസിറ്റിക് ആസിഡ് എന്ന ഹോർമോൺ 10 മുതൽ 30 ppm എന്ന തോതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇത് ഈ മാവിലെ ഒരു ശാഖ ഉണ്ടാകുന്നതിന്റെ വിവിധ ഘട്ടങ്ങളാണ്. അതുപോലെ തന്നെ അതിന്റെ ഒരു പൂവ് ഉണ്ടായി വരുന്നതിന്റെ വിവിധ ഘട്ടങ്ങളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പൂവ് ഡെവലപ്പ് ചെയ്ത് പല സ്റ്റേജുകളിലൂടെ കടന്നാണ് അവസാനം നല്ല പാകമെത്തിയ മാങ്ങയായി മാറുന്നത്. ഒരു പൂങ്കുലയില് 1000 മുതൽ 6000 വരെ പൂക്കൾ ഉണ്ടാവും. അപ്പൊ അതിനകത്ത് ആൺപൂക്കളും ദ്വിലിംഗ പുഷ്പങ്ങളും ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പണ്ടേ ഉള്ള ഒരു പഴഞ്ചൊല്ലാണ്, മാമ്പൂവിനെ കണ്ടും മക്കളെ കണ്ടും മതിക്കരുത്. ഇതിൽ ഇങ്ങനെ ഉണ്ടാകുന്ന പൂക്കളിൽ 99% കൂടുതലും കൊഴിഞ്ഞു പോവുകയാണ് പതിവ്. 0.1% മാത്രമാണ് അവസാനം പാകമായി നമുക്ക് വിളവെടുക്കാൻ പാകത്തിന് കിട്ടുന്നത്. അപ്പൊ അതിന് കാരണം ഈ കായ് കൊഴിച്ചിലിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ഈ ദ്വിലിംഗ പുഷ്പങ്ങളുടെ എണ്ണം കുറയുന്നത് ഒരു കാരണമാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ പരാഗണവും ബീജസങ്കലനവും നടക്കുന്നില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ ചില കീടങ്ങളുടെയും രോഗങ്ങളുടെയും ബാധ കൂടുതൽ ഉണ്ടാകുന്നത് വഴിയും ഈ ഫ്രൂട്ട് ഡ്രോപ്പ് കൂടുതലായിട്ട് കാണാം. പല സ്റ്റേജുകളിലാണ് പോകുന്നത്. പൂവായിട്ട് കൊഴിയണ കൂടാതെ ഈ മൊട്ടുപ്പിന്നിന്റെ അറ്റത്തുള്ള ആ പിന്നിന്റെ അത്രയും വലിപ്പത്തിലുള്ള സ്റ്റേജിൽ ആണ് കൂടുതലും കൊഴിഞ്ഞു പോകുന്നത്. അതുകൂടാതെ ഒരു കായ് പിടിച്ചതിന് ശേഷം ഏകദേശം 4 മില്ലിമീറ്ററിൽ കൂടുതൽ വ്യാസമുള്ള സ്റ്റേജിലും കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ നമുക്ക് സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാകുന്നത് 3ാമത്തെ ടൈപ്പാണ്. അതായത് മേ ഡ്രോപ്പ് എന്ന് പറയും. അത് വളരെ വലിപ്പമെത്തി പാകമായ മാവ് കൊഴിഞ്ഞു പോകുന്നു. അതാണ് ഏറ്റവും സാമ്പത്തികമായി ഏറ്റവും ദോഷമുണ്ടാക്കുന്ന ടൈപ്പ് ഫ്രൂട്ട് ഡ്രോപ്പ്. ഇനി ഇത് ഇനങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ചില ഇനങ്ങളിൽ കൂടുതൽ ഫ്രൂട്ട് ഡ്രോപ്പ് ഉണ്ടാകുന്നതായിട്ട് കാണാം, വേറെ ചില ഇനങ്ങളിൽ കുറവായിട്ടും കാണാം. അതുപോലെ തന്നെ മരത്തിന്റെ കിഴക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗത്തും കൊഴിച്ചിൽ കുറവായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതുപോലെ ഉള്ളിൽ ഉണ്ടാകുന്ന കായ്കൾ, അതായത് പുറം ഭാഗത്ത് ഉണ്ടാകുന്നതിനേക്കാളും മരത്തിന്റെ ഉള്ളില് ഇലകൾക്കിടയിൽ ഉണ്ടാകുന്ന കായ്കളിലാണ് കൂടുതൽ കായ് കൊഴിച്ചിൽ ഉണ്ടാകുന്നതായിട്ട് കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പകലാണ് കൂടുതൽ കായ് കൊഴിച്ചിൽ ഉണ്ടാകുന്നത് രാത്രിയെ അപേക്ഷിച്ച്. പിന്നെ കാലാവസ്ഥ ഒരു പ്രധാന കാരണമാണ്. അതിന്റെ പോഷകങ്ങളുടെ കുറവ്, രോഗകീടബാധ, ഇതെല്ലാം നമുക്ക് ഇതിന് ഒരു കാരണങ്ങളായിട്ട് ഉണ്ടാവാറുണ്ട്. ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞു, വയസ്സായ കായ്ഫലം നിന്ന മരങ്ങളെ നമുക്ക് നല്ല കായ്പിടുത്തം ഉണ്ടാകുന്ന മരങ്ങളാക്കി മാറ്റാൻ കഴിയും. അതിനെയാണ് അതിനെ റീജുവനേറ്റ് ചെയ്യുന്നതിനെയാണ് ടോപ്പ് വർക്കിംഗ് എന്ന് പറയും. ഇതിന് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒന്നുകിൽ ഈ മാവിന്റെ ശാഖകളെല്ലാം തന്നെ ഒന്നിച്ച് മുറിച്ചു മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ 3-4 ശാഖകൾ നിർത്തിക്കൊണ്ട് കുറച്ച് ശാഖകൾ മാത്രം സെലക്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടും അതിന്റെ ഇതുപോലെ മുറിച്ചു മാറ്റാം. മുറിച്ചു മാറ്റിയ ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് പുതിയ ശാഖകൾ മുളച്ചു വരുന്നതായിട്ട് കാണാം. ഇത്തരം ശാഖകളിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എപ്പിക്കോട്ടൽ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ വളരെ ടെൻഡർ ആയിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് 3 മുതൽ 4 മാസം പ്രായമായ സയോണുകൾ ശാഖകൾ കൊണ്ടുവന്ന് ക്ലെഫ്റ്റ് അല്ലെങ്കിൽ വെഡ്ജ് ആകൃതിയിൽ മുറിവുണ്ടാക്കി നമുക്ക് ഒട്ടിച്ച് ഇതിനെ റീജുവനേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മുഴുവൻ ശാഖകളും മുറിക്കുന്നത് നമ്മുടെ കാലാവസ്ഥയിൽ വിജയസാധ്യത കുറവായിരിക്കും. കാരണം നമ്മൾ വെള്ളാണിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ഓർച്ചാർഡിൽ ഒരിക്കൽ നടത്തിയ ഒരു പഠനത്തിൽ ഇങ്ങനെ മുഴുവനായിട്ട് മുറിച്ച് കളഞ്ഞ മാവുകൾ അങ്ങനെ തന്നെ കരിഞ്ഞു പോവുകയുണ്ടായി. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായി നമുക്ക് കുറച്ച് ശാഖകൾ നിലനിർത്തിക്കൊണ്ട്
ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഇത് മുറിച്ചു മാറ്റേണ്ട സമയം ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയങ്ങളിലാണ്. അത് കഴിഞ്ഞിട്ട് അതിന് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലുമാണ്. ഇത് 40 വർഷം പ്രായമായ ടോപ്പ് വർക്ക് ചെയ്ത ഒരു മരമാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട രോഗങ്ങളും കീടങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കീടം എന്ന് പറയുന്നത് പഴയ ഈച്ചയാണ്. നമുക്കറിയാം കായീച്ച എന്നും പഴയ ഈച്ച എന്നും പറയും, ഫ്രൂട്ട് ഫ്ലൈ. ഇത് പെണ്ണീച്ച മുട്ടയിടുമ്പോൾ ഉണ്ടാകുന്ന ദ്വാരങ്ങൾ വഴി സൂക്ഷ്മാണുക്കൾ അകത്ത് കടന്നുകൂടി മാങ്ങ അഴുകി നശിക്കുന്നു. പുഴുബാധയേറ്റ അനേകം മാങ്ങകൾ പൊളിഞ്ഞു വീഴുന്നു. പുറംതൊലിയിൽ തവിട്ട് നിറത്തിലുള്ള പാടുകളും അവയിൽ നിന്ന് ദുഷിച്ച നീരൊലിക്കുകയും ചെയ്യുന്നു ആയിട്ട് കാണാം. അങ്ങനെ സൂക്ഷിച്ചു നോക്കിയാൽ അതിൽ നിന്ന് വെള്ള നിറത്തിലുള്ള പുഴുക്കൾ പുറത്തു വരുന്നത് കാണാം. ഇത് ഈ കേടുവന്ന മാങ്ങ. ഇതിനെ നിയന്ത്രിക്കാനായി സമയാനുസൃതമായ വിളവെടുപ്പ്. നമ്മൾ വിളവെടുക്കുന്നത് കറക്റ്റ് സമയത്ത് ചെയ്യണം. താമസിക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രശ്നം ഉണ്ടാവും. മാവിൻ ചുവട്ടിൽ വീണ് കിടക്കുന്ന മാങ്ങകൾ നമ്മൾ പറിച്ചു മാറ്റി നശിപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഈ പുഴു താഴെ മണ്ണിൽ വീണ് കഴിഞ്ഞാൽ അതിന്റെ ബാക്കി ലൈഫ് സൈക്കിൾ മണ്ണിലാണ്, അതായത് സമാധിയൊക്കെ മണ്ണിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിനെ ഇളക്കി കൊടുക്കുക. ഒരു കാരണവശാലും താഴെ വീണ മാങ്ങ അതിന് വളമായിക്കോട്ടെ എന്ന് വെച്ച് നമ്മൾ അവിടെ ഇടാൻ പാടില്ല. അതിനെ പറിച്ചു മാറ്റി ദൂരെ കൊണ്ടുപോയി നശിപ്പിച്ച് കളയാൻ തന്നെ വേണം. തുളസി കെണി ഉപയോഗിക്കാം. അങ്ങനെ ഒരു മരത്തിൽ 4 കെണികൾ ഉപയോഗിക്കാം. മാവിന്റെ ശിഖരങ്ങളിൽ തൂക്കിയിടാം. അല്ലെങ്കിൽ ഫിറമോൺ കെണി വാങ്ങാൻ കിട്ടും. നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ഫിറമോൺ വാങ്ങാൻ കിട്ടും. വെള്ളായണി കാർഷിക കോളേജിലെയും സെയിൽസ് കൗണ്ടറിൽ ഇത് വാങ്ങാൻ കിട്ടും. അത് 15 സെന്റിലേക്ക് ഒരെണ്ണമാണ് ആവശ്യം. അത് ഇവിടത്തേക്ക് ഇട്ട് തൂക്കിയാൽ മതിയാവും. കൂടാതെ നമുക്ക് ചൂടുവെള്ളം 52 മുതൽ 55 ഡിഗ്രി വരെ, അതായത് ചെറിയ ചൂടുവെള്ളത്തിൽ 15 മിനിറ്റ് നേരം പഴങ്ങൾ മുക്കി വെക്കുന്നത് മറ്റൊരു നിയന്ത്രണ മാർഗമാണ്. പിന്നെ അതുപോലെ തന്നെ ബിവേറിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനി മണ്ണിൽ ചേർക്കുക. അതിന്റെ മണ്ണിലുള്ള ദശകൾ നശിപ്പിക്കാനായിട്ട് സഹായിക്കും. മാവിൽ കായ്പിടുത്തം തുടങ്ങിയാൽ ഓരോ മാസം ഇടവിട്ട് മാലത്തയോൺ 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തുണ്ടാക്കിയ ലായനിയിൽ 20 ഗ്രാം ശർക്കര ലയിപ്പിച്ച് തളിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ കീടം മാങ്ങ വണ്ട് അല്ലെങ്കിൽ നട്ട് വീവൽ. ഇത് പെൺ വണ്ട് മാങ്ങയുടെ തൊലിക്കടിയിൽ മുട്ടയിടും. എന്നിട്ട് ഇതിൽ നിന്നും മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വരുന്ന പുഴുക്കൾ ഇതിനകത്ത് കൂടി അതിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള അതിന്റെ മാങ്ങ അണ്ടിയിൽ വളരെ സോഫ്റ്റ് ആയിരിക്കുന്ന ഭാഗത്ത് അതിനകത്ത് തുറന്ന് നശിപ്പിക്കുകയും പിന്നീട് ഇത് വണ്ടായി പുറത്തേക്ക് എമർജ് ചെയ്ത് വരികയും ചെയ്യും. അങ്ങനെ വരുന്ന വഴി അതിന്റെ മാംസലമായ ഭാഗം മുഴുവൻ കേടുവരുത്തിക്കൊണ്ടാണ് പുറത്തു വരുന്നത്. അതിന്റെ ലക്ഷണങ്ങൾ ഈ പടങ്ങളിൽ കാണാം. ഇതാണ് അതിന്റെ നട്ട് വീവില്. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴു മാങ്ങയുടെ മാംസഭാഗം തുറന്ന് മാങ്ങ അണ്ടിക്കുള്ളിലേക്ക് കടന്ന് അവിടെ സമാധി ദിശയിൽ ഇരിക്കുന്നു. പിന്നീട് വണ്ടായി മാങ്ങയുടെ കഴമ്പ് തുളച്ച് പുറത്തെത്തുന്നു. നിയന്ത്രണ മാർഗങ്ങൾ: കേടുവന്ന മാങ്ങ അണ്ടികളും കൊഴിഞ്ഞു വീണ മാങ്ങകളും നശിപ്പിക്കുക, തോട്ടം വൃത്തിയാക്കുക. പിന്നെ മാംഗോ ഹോപ്പർ. ഹോപ്പറുകളും കുഞ്ഞുങ്ങളും മൃദുലമായ സസ്യഭാഗങ്ങളിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്നു. ഇളം തണ്ടുകളുടെ കരിച്ചിൽ ഇളം തണ്ടുകൾ കരിഞ്ഞു പോവുകയും അതുപോലെ തന്നെ പൂങ്കുലകൾ ഉണ്ടാവുന്നത് കുറയുകയും ചെയ്യും. ഇങ്ങനെയാണ് അതിന്റെ ഹോപ്പറുകൾ കാണപ്പെടുന്നത്. ഇതില് ഇലകളിൽ കറുത്ത പൂപ്പൽ പോലെ കാണുന്നതാണ് വേറൊരു സിംറ്റം. ഇതിനെ നിയന്ത്രിക്കാനായി നിശ്ചിത അകലത്തിൽ തൈകൾ നടുക, തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക, കൂടി നിൽക്കുന്ന ശിഖരങ്ങൾ ഇടവിട്ട് വെട്ടിക്കൊടുക്കുക, വേപ്പധിഷ്ഠിത കീടനാശിനി അസാഡിറാക്റ്റീവ് പോലെയുള്ള വേപ്പധിഷ്ഠിത കീടനാശിനികൾ തളിക്കുക. 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കാവുന്നതാണ്. മിത്ര കുമിൾ പ്രയോഗവും എഫക്റ്റീവ് ആണ്. അതായത് വെർട്ടിസീലിയം അല്ലെങ്കിൽ ലെക്കാനിസീലിയം ലെക്കാനി ഇത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. മാവ് പൂവിടുന്നതിന് തൊട്ട് മുൻപായി ഇമിഡാക്ലോപ്രിഡ് എന്ന കീടനാശിനി 3 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ അത് ഇത്തരം കീടനാശിനികൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് വേറെ ഒരു നിവൃത്തിയും ഇല്ലാതെ വരുമ്പോഴാണ്. അത്രയ്ക്കും രൂക്ഷമാണ് ഇതിന്റെ ആക്രമണം. നേരത്തെ പറഞ്ഞ മെത്തേഡുകളൊന്നും ഫലിക്കുന്നില്ല എങ്കിൽ മാത്രമേ
ഇതിന്റെ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോവാവുള്ളൂ. അതുപോലെ ഉണ്ണിമാങ്ങ പ്രായത്തിൽ തയോമിത്തോക്സം അല്ലെങ്കിൽ അക്ടാര 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് ഒഴിക്കേണ്ടത്. 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ സ്റ്റെംബോറർ അല്ലെങ്കിൽ തടി തുരപ്പൻ വണ്ട്, അത് പ്രധാന തടിയിലും ശിഖരങ്ങളിൽ ദ്വാരങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാം തണ്ടുതുരപ്പന്റെ ആക്രമണമാണെന്ന്. അവയിൽ നിന്ന് പുറത്തു വരുന്ന ദ്രാവകവും പുഴുവിന്റെ വിസർജ്യവുമാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. തടിയായാലും ശിഖരമായാലും പുഴു തുരന്ന് കയറുന്ന ഭാഗം ഉണങ്ങി നശിച്ചു പോകും. അപ്പൊ നിയന്ത്രിക്കാനായി തടിയിലെ ദ്വാരങ്ങൾ വലുതാക്കുക, എന്നിട്ട് അതിന് ഉള്ളിലെ പുഴുവിനെ നമ്മൾ നൂൽക്കമ്പി കൊണ്ട് കുത്തിയെടുത്ത് നശിപ്പിക്കുക. അതിനുശേഷം മണ്ണെണ്ണയിൽ മുക്കിയ പഞ്ഞി കൊണ്ട് അതിന്റെ ദ്വാരത്തിനകമെല്ലാം നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് അതുകൊണ്ട് തന്നെ അടച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് അതിന്റെ പുറത്ത് റബ്ബർ കോട്ട് പൂശി കൊടുക്കുന്നത് നല്ലതാണ്. തോട്ടത്തിൽ കാണുന്ന വണ്ടുകളെ നശിപ്പിക്കുക. പിന്നെ കാർബോളിക് ആസിഡ് 130 മില്ലി, 1 കിലോ സോപ്പും 3.7 ലിറ്റർ ചൂടുവെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഈ ദ്വാരങ്ങളിൽ നിറച്ച് പ്ലഗ് ചെയ്ത് വെക്കുന്നത്, മണ്ണ് ചെളി കൊണ്ടൊക്കെ പുരട്ടി പ്ലഗ് ചെയ്ത് വെക്കുന്നത് മറ്റൊരു നിയന്ത്രണ മാർഗമാണ്. വേറൊരു കീടമാണ് കൂടുകെട്ടിപ്പുഴു. പുഴുക്കൾ ഇലകൾ കൂട്ടിപ്പിടിച്ച് കൂടുണ്ടാക്കുന്നു. പുഴുക്കൾ കൂടിയിരുന്ന ഹരിതകം കാർന്ന് തിന്ന് അതിന്റെ പച്ച നിറമെല്ലാം മാറി അത് മുഴുവൻ കാർന്ന് തിന്നുന്നതായിട്ട് കാണാം. വലക്കൂടിനുള്ളിൽ ഇരുന്ന് പുഴു ഇലയുടെ ഭാഗങ്ങൾ മുഴുവൻ അരിച്ചു തിന്നും. അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ ഇത് കാണുന്നത്. വല കൊണ്ട് മൂടിയതുപോലെ ഇലകളെല്ലാം കൂടി നിൽക്കുന്നതായിട്ട് കാണാം. ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ഒരു തോട്ടിയുടെ അഗ്രത്തിൽ കെട്ടിവെച്ച കത്തിയുടെ സഹായത്താൽ ഇലക്കൂടുകൾ നമുക്ക് നീക്കം ചെയ്യാം. എന്നിട്ട് മണ്ണ് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിവർത്തിയില്ലെങ്കിൽ മാത്രം കീടനാശിനിയിലേക്ക് പോവുക. ഇമിഡാക്ലോപ്രിഡ് സാധാരണ ഉപയോഗിക്കുന്നു. പിന്നെ നീരൂറ്റി കുടിക്കുന്ന ചില ജീവികളാണ് ശൽക്ക കീടങ്ങൾ, എയിൽ ഇൻസെക്ട്സ് എന്നും പറയും. മീലി മൂട്ടകൾ അല്ലെങ്കിൽ മീലി ബഗ് എന്ന് പറയും. ഇതിന്റെ ആക്രമണത്തിന്റെ ഫലമായി ഇലകളുടെ പുറത്ത് ഒരു കറുത്ത തരത്തിലുള്ള കരിമ്പൂപ്പൽ രോഗവും കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ട് കാണാം. ഇളം തണ്ടുകൾ, പൂങ്കുലകൾ, മാങ്ങകൾ എന്നിവയിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്നു. ശിഖരങ്ങളുടെ വാട്ടം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ കരിഞ്ഞു പോകുന്നു. കായ്ഫലക്കുറവ്, കരിമ്പൂപ്പ് രോഗം ഇലകളിൽ കാണുന്നു. ഇതെല്ലാമാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇതിനെ നിയന്ത്രിക്കാനായി ആക്രമണ വിധേയമായ ശിഖരങ്ങൾ വെട്ടിയൊതുക്കുക, മണ്ണിളക്കുക. വിവേറിയ ബാസിയാന എന്ന മിത്ര ബാക്ടീരിയ 20 ഗ്രാം മിത്രക്കുമിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കുക. നീറുകളുടെ നിയന്ത്രണം ഉറപ്പാക്കുക. മരത്തടിയിൽ ചെളി പുരട്ടിയതിനു ശേഷം പോളിത്തീൻ ഷീറ്റ് കൊണ്ട് ചുറ്റുക. അതുപോലെ തന്നെ വേപ്പെണ്ണ ഇമൽഷനും ഉപയോഗിക്കാം. ഇലമുറിയൻ വണ്ട്, അത് പെൺവണ്ട് ഇലയുടെ അടിയിൽ പ്രധാന ഞരമ്പിന്റെ ഇരുവശങ്ങളിലും ചെറുദ്വാരങ്ങൾ ഉണ്ടാക്കി അതിൽ മുട്ടയിടുന്നു. ശേഷം ഇലകളുടെ അടിഭാഗം വെച്ച് മുറിച്ചു മാറ്റുന്നു. നമുക്ക് കാണാൻ പറ്റും ചില സമയത്ത് നോക്കുമ്പോൾ മാവിന്റെ താഴെ മുഴുവൻ തളിരിലകൾ വീണ് കിടക്കുന്നതായിട്ട്. അപ്പൊ അത് ഈ ഇലമുറിയൻ, ലീഫ് കട്ടിംഗ് വീവിൾ എന്ന് പറയും. ഇതിന്റെ അറ്റാക്ക് കൊണ്ടാണ് ആ ഒരു ലക്ഷണം കാണുന്നത്. തളിരില വെട്ടി ഇങ്ങനെ ഇടും. അപ്പൊ അതിനെ നിയന്ത്രിക്കാനായി തോട്ടം വൃത്തിയാക്കുക. മാവിൻ ചൂട്ടിൽ വീണ് കിടക്കുന്ന തളിരിലകൾ ശേഖരിച്ച് നശിപ്പിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കീടനാശിനി, മാലത്തയോൺ പോലുള്ള കീടനാശിനി 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തളിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ചുവന്ന ഉറുമ്പ്, അത് ഈ കോളനി ഉണ്ടാക്കി നമ്മള് ഈ മാവില് ഉണ്ടാവും. പക്ഷെ ചെറിയ രീതിയിലേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മറ്റ് കീടങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കുന്നത് വഴി നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇതിന്റെ ശല്യം കൂടുകയാണെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ചോനൻ ഉറുമ്പിനെ വിട്ടുകൊടുക്കുക എന്ന് പറയും. പിന്നെ അല്ലെങ്കിൽ നമുക്കതിനെ അതിന്റെ ഒരു ഈ കൂടുകൾ, അതായത് ഈ ഉറുമ്പിന്റെ കൂടുകളെ നമുക്ക് നശിപ്പിക്കാനായിട്ട് അതിന്റെ പുറത്ത് കുറച്ച് ഉപ്പ് വിതറാം, അല്ലെങ്കിൽ കുറച്ച് ചാരം വിതറി കൊടുക്കാം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കീടങ്ങൾ.
രോഗങ്ങളിലെ പ്രധാനം ആന്ത്രാക്നോസ് ആണ്. അതൊരു കുമിൾ രോഗമാണ്. ഇലകൾ, ഇളം തണ്ടുകൾ, പൂകൾ, കായകൾ എന്നിവയൊക്കെ ബാധിക്കുന്ന ഒരു കുമിളാണ് ഇത്. അതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇലകളിൽ തവിട്ട് നിറത്തിലുള്ള കുത്തുകൾ കാണാം. കുത്തുകൾ വീണ ഭാഗം ഉണങ്ങി അടർന്നു വീഴുകയും ഇലകളുടെ പ്രതലം ചുരുങ്ങുകയും ചെയ്യും. പിന്നെ ഇതിന്റെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് കൊമ്പുണക്കം. സാധാരണ നമ്മള് മാവിന്റെ പ്രശ്നങ്ങളുമായി വിളിക്കുന്ന കർഷകരെ ഏറ്റവും കൂടുതൽ പറയാറുള്ള പ്രോബ്ലമാണിത്, കൊമ്പുണക്കം. ഇലയുടെ ശാഖ അഗ്രഭാഗത്ത് നിന്ന് താഴേക്ക് ഉണങ്ങി കരിഞ്ഞു വരുന്നു എന്ന് പറഞ്ഞ് സ്ഥിരം കോള് വരാറുണ്ട്. അപ്പൊ കൊമ്പുണക്കം ചെറുശാഖകൾ മുകളിൽ നിന്ന് താഴേക്ക് ഉണങ്ങി വരും. അപ്പൊ അത് കൂടാതെ അതിന്റെ കായ്കളിലും ലക്ഷണം കാണാം. കറുത്ത പൊട്ടുകളായിട്ട് വന്ന് അതിനകം അഴുകി പോകുന്നു, മുഴുവനായിട്ട് നശിച്ചു പോകാറുണ്ട് രോഗം രൂക്ഷമാവുമ്പോൾ. അതിനെ നിയന്ത്രിക്കാനായി തിങ്ങി നിൽക്കുന്ന ശിഖരങ്ങൾ ഇടയ്ക്കിടെ വെട്ടിയൊതുക്കുക. മാവ് പൂക്കുന്നതിന് തൊട്ട് മുൻപ് 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് ആവർത്തിക്കാം. കൂടാതെ പഴങ്ങൾ കേടുവന്ന പ്രശ്നം ഒഴിവാക്കാനായിട്ട് നമുക്ക് 55 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളത്തിൽ 15 മിനിറ്റ് മുക്കി വെക്കാം. പിന്നെ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 3 ആഴ്ച ഇടവിട്ട് പൂങ്കുലകളിൽ തളിച്ചു കൊടുക്കുന്നതും ഒരു പരിധി വരെ ഇതിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. ശിഖരങ്ങളെ ഉണങ്ങിയ ഭാഗത്ത് നിന്നും തൊട്ട് താഴെ വെച്ച് മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിച്ചു മാറ്റുക. മുറിവിൽ മണ്ണും ബോഡോ കുഴമ്പും കുഴച്ച് പുരട്ടി കൊടുക്കും. പിന്നെ 3 ഗ്രാം ഫൈറ്റോലാൻ 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ശിഖരങ്ങളിലും ഇലകളിലും തളിക്കുന്നത് നല്ലതാണ്. പൂവിട്ടതിന് ശേഷം 1 ഗ്രാം കാർബൺ ഡൈഓക്സൈഡ് അല്ലെങ്കിൽ ബാവസ്റ്റിൻ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി പൂങ്കുലകളിൽ തളിക്കുന്നതും നല്ലതാണ്. അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് COC എന്ന കുമിൾനാശിനി 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്യാം. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കൊമ്പുണക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ കേടുവന്ന ഉണങ്ങിയ ശാഖ അതിന് തൊട്ട് താഴെ വെച്ച് മുറിച്ചു മാറ്റും. നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കത്തി കൊണ്ട് മുറിച്ചു മാറ്റിയ ശേഷം ബോഡോ കുഴമ്പ് പുരട്ടി നമ്മൾ കുമിൾനാശിനി സ്പ്രേ ചെയ്യുക. ഇതാണ് അതിന്റെ പ്രധാന നിയന്ത്രണ മാർഗം. പിന്നെ പൗഡറി മൈൽഡ്യൂ അല്ലെങ്കിൽ ചൂർണ പൂപ്പ് എന്ന് പറയുന്ന രോഗം ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ തളിരിലകളും പൂങ്കുലകളിലും വെളുത്ത പൊടിയുടെ സാന്നിധ്യം, പൗഡർ തൂറ്റിയ പോലെ വെള്ള നിറത്തിലുള്ള പൊടി കാണാം. ഇലകളുടെ പച്ച നിറം നശിച്ച് നരച്ചുണങ്ങുന്നു. ഇല കൊഴിച്ചിലുണ്ടാവുന്നു. അതുപോലെ പൂ കൊഴിച്ചില് കാരണം കായ്പിടുത്തവും കുറയുന്നു. മാങ്ങയുടെ വലിപ്പവും കുറയുന്നതായിട്ട് കാണാം. അതിന് നമ്മൾ ചെയ്യുന്നത് വെറ്റബിൾ സൾഫർ എന്ന പൊടി 1/2 കിലോ ഒരു മരത്തിന് എന്ന തോതിൽ മണ്ണിൽ വിതറാം. അല്ലെങ്കിൽ വെറ്റബിൾ സൾഫർ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തളിക്കുക. പൂവിടുന്നതിന് തൊട്ട് മുൻപ് കണ്ണിമാങ്ങ നിരന്ന ശേഷവും നമുക്ക് ഈ 2 തവണകളിലും ഇത് ചെയ്യാവുന്നതാണ്. പൂ വിരിയുന്നതിന് മുമ്പും കായ പിടുത്ത സമയത്തും കാർബൺ ഡൈഓക്സൈഡ് അല്ലെങ്കിൽ ബാവസ്റ്റിൻ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ തളിച്ച് കലക്കി തളിക്കുന്നതാണ് മറ്റൊരു മാർഗം. പിന്നെ മാംഗോ ഹോപ്പറിനെ നമ്മൾ നിയന്ത്രിച്ചാൽ തന്നെ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും. അതായത് പൗഡറി മൈൽഡ്യൂവിന്റെ ആക്രമണം അതിന്റെ ഇത് കുറയ്ക്കാനായിട്ട് നമുക്ക് ഹോപ്പറിനെ നിയന്ത്രിക്കാം. പിന്നെ പിങ്ക് ഡിസീസ് അല്ലെങ്കിൽ പടല രോഗം എന്ന് പറയും. 25 മുതൽ 50 മീറ്റർ ഘനമുള്ള കൊമ്പുകളിൽ തൊലിക്ക് കേടുബാധിച്ച് അവ അടർന്നു പോകുന്നു. ഇത് മിക്കവാറും ഈ ബ്രാഞ്ച് ചെയ്യണ ശിഖരങ്ങളാവുന്നതിന് തൊട്ട് താഴെയുള്ള ആ ജംഗ്ഷനിലാണ് ഇത് കാണപ്പെടുന്നത്. അപ്പൊ പിങ്ക് കളറിലുള്ള പൊറ്റകളായിട്ട് കാണും. പിന്നെ തൊലിപ്പുറത്ത് നേരിയ വിള്ളലുകൾ ഉണ്ടാവുകയും ഉൾഭാഗങ്ങളിലേക്ക് രോഗം വ്യാപിച്ച് കൊമ്പ് ഉണങ്ങിപ്പോവുകയും ചെയ്യും. അപ്പൊ അതിന് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് രോഗം ബാധിച്ച കൊമ്പുകളിലെ തൊലി മൃദുവായി ചുരണ്ടി മാറ്റി ബോഡോ കുഴമ്പ് പുരട്ടുക. രോഗം രൂക്ഷമാണെങ്കിൽ കൊമ്പ് മുറിച്ചു കളഞ്ഞ ശേഷം അഗ്രഭാഗത്ത് ബോഡോ കുഴമ്പ് പുരട്ടുക. പിന്നെ ട്രൈക്കോഡർമ 50 ഗ്രാം 100 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തേച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ കരിമ്പൂപ്പ് രോഗം. പൂങ്കുല തണ്ടിലും ഇലകളിലും മാങ്ങയിലും കറുപ്പ് ബാധ ആയിട്ട് കാണാം. അതിന്റെ ഫലമായി ഇലകളിൽ പ്രകാശ സംശ്ലേഷണം കുറയുന്നു, അതായത് ഫോട്ടോസിന്തസിസ് കുറയുന്നു. അതിന്റെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് തടസ്സമുണ്ടാകും. മുകുളങ്ങളുടെ നാശം മൂലം മാവ് തളിർക്കുന്നില്ല. അതിനെ നിയന്ത്രിക്കാനായി ഹോപ്പർ, ശൽക്ക കീടങ്ങൾ, നീലിമൂട്ട തുടങ്ങിയ നീരൂറ്റി കുടിക്കുന്ന ജീവികളെ നിയന്ത്രിക്കുക. കഞ്ഞിവെള്ളം റോക്കർ സ്പ്രേയർ ഉപയോഗിച്ച് ഇലകളിൽ ശക്തിയായി തളിക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷം 1% വീര്യമുള്ള ബോഡോ മിശ്രിതം 3 ഗ്രാം അല്ലെങ്കിൽ 3 ഗ്രാം ഫൈറ്റോലാൻ 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തത് ഇലകളുടെ ഇരുവശങ്ങളിലും തണ്ടിലും തളിക്കുക. ഇനി പഴം ചീയൽ രോഗം, നമ്മൾ നേരത്തെ പറഞ്ഞ കോൾട്ടോട്രിക്കം തന്നെയാണ് ഇതും ഉണ്ടാക്കുന്നത്.
സംഭരണത്തിന് ശേഷം വിവിധ ഇനം കുമിളകൾ പഴങ്ങളെ ആക്രമിച്ച് ചീയൽ ഉണ്ടാകും. അധികം പഴുത്തതും മുറിവുകളോ ചതവുകളോ ഏറ്റതുമായ പഴങ്ങളിലാണ് രോഗസാധ്യത കൂടുതൽ. പഴങ്ങളിൽ കറുത്ത കുത്തുകൾ കാണുകയും ഉൾക്കാമ്പ് ചീയുകയും പഴങ്ങളിൽ നീരൊലിപ്പുണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ ഇതിനെ നിയന്ത്രിക്കാനായി മാമ്പഴം ശേഖരിച്ച് സൂക്ഷിക്കുന്ന പാക്കിംഗ് വസ്തുക്കളും പാത്രങ്ങളും വൃത്തിയുള്ളതായിരിക്കണം. നല്ല വായുസഞ്ചാരവും അധികം ചൂടില്ലാത്തതും താഴ്ന്ന ആർദ്രതയിലുള്ളതുമായ മുറികളിൽ പഴങ്ങൾ സംഭരിക്കും. 50 മുതൽ 55 ഡിഗ്രി സെൽഷ്യസ് വരെ ഉപ്പ് കലർന്ന ചെറു ചൂട് വെള്ളത്തിൽ 15 മിനിറ്റ് പഴങ്ങൾ മുക്കി വെക്കുക. ഇതൊന്നും കൂടാതെ നമുക്ക് സാധാരണയായി മാവുകളിൽ കാണുന്ന വേറൊരു വലിയ പ്രശ്നമാണ് ഇത്തിൾ പ്രശ്നം. പരാത സസ്യങ്ങൾ പറ്റിപ്പിടിച്ച് വളർന്ന് മാവിന്റെ കായ്ഫലം കുറയ്ക്കുന്നു. ഉദാഹരണത്തില് ഇത്തിൽക്കണ്ണി അല്ലെങ്കിൽ ലൊറാന്തസ്. ഇത് അശ്രദ്ധമായി സംരക്ഷിക്കപ്പെടുന്ന മാവുകളിൽ മുഖ്യമായും കാണുന്ന ഒരു പ്രശ്നമാണിത്. മരങ്ങളിൽ ആഴ്ന്നിറങ്ങി ഭക്ഷ്യവസ്തുക്കൾ വലിച്ചെടുക്കുന്നത് വഴി വളർച്ച തടസ്സപ്പെട്ട് വിളവ് കുറയുന്നു. കാലക്രമേണ മരം പൂർണ്ണമായും ഉണങ്ങുന്നു. ഇത് നിയന്ത്രിക്കാനായി പരാതസസ്യം ബാധിച്ച കൊമ്പുകൾ മുറിച്ചു കളയുക, പരാതസസ്യം അടിയോടെ പിഴുതു കളയുക. എത്രൽ എന്ന ഹോർമോൺ 25 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചത് തളിക്കുന്നത് ആണ് മറ്റൊരു നിയന്ത്രണ മാർഗം. പിന്നെ പൊതുവായ മാവുകളുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചില പൊതു തത്വങ്ങൾ സ്വീകരിക്കണം. അതായത് എപ്പോഴും നമ്മുടെ പഴത്തോട്ടം വൃത്തിയും ശുചിയുമായി സൂക്ഷിക്കുക. കുമ്മായം നമ്മുടെ മരത്തിന്റെ തടിയിൽ ഏകദേശം 1-2 മീറ്റർ ഉയരം വരെ കുമ്മായം പൂശുന്നത് വെയിലിന്റെ അതീവ കാഠിന്യം കുറയ്ക്കാനായിട്ട് നമുക്ക് സഹായമാക്കണം. അതുപോലെ തന്നെ മുറിവുകളിലൊക്കെ നമുക്ക് കോൾട്ടാർ പുരട്ടുക അല്ലെങ്കിൽ ബോർഡോ കുഴമ്പ് ഉണ്ടാക്കി പുരട്ടുന്നത് നല്ലതാണ്. പിന്നെ നന്നായി ഈ പൊതുവെയുള്ള രോഗങ്ങളും കീടങ്ങളുടെയും ബാധ കുറയ്ക്കുന്നതിനും നന്നായി പൂവിടുന്നതിനുമായിട്ട് മാവിന്റെ ചുവടില് കരിയില കൂട്ടിയിട്ട് കത്തിക്കുന്നതും പുകയ്ക്കുന്നതും നല്ലതാണ്. പിന്നെ സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് തളിരില വരുന്ന സമയത്തും പൂക്കുന്ന സമയത്തും തളിച്ചു കൊടുക്കുന്നത് പൊതുവെ ഉള്ള ആരോഗ്യത്തിനും രോഗ കീട ബാധക്കെതിരെയുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാവുന്നതിന് സഹായകരമാണ്. പിന്നെ പഞ്ചഗവ്യ സ്പ്രേ ഇലകളിൽ തളിക്കുന്നത് പൊതുവായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിന്റെ വിളവെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തെക്കൻ ഇന്ത്യയിലെ സ്ഥലങ്ങളിൽ ഏപ്രിൽ മെയ് മുതൽ ജൂൺ വരെ പോകുന്നുണ്ട്. അതേസമയം വടക്കേ ഇന്ത്യയിൽ മെയ് ജൂണിലും മറ്റു ഭാഗങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിലുമാണ് വിളവെടുപ്പ് നടത്തുന്നത്. അപ്പൊ ഏത് ഒരു സ്റ്റേജ് ആകുമ്പോഴാണ് ഇത് പാകമായി എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഇതിനുള്ള മെച്യൂരിറ്റി ഇൻഡിസസ് എന്ന് പറയുന്നത് കായ് പിടുത്തം ഉണ്ടാക്കി കഴിഞ്ഞാൽ 3 മാസം കഴിയുമ്പോഴാണ് നമുക്ക് ഇത് പാകമാകുന്നത്. അപ്പൊ അതിന്റെ തോൾ ഭാഗം അവിടെ നല്ല വീർത്ത് വരുന്നു, അതിന്റെ നിറം മാറുന്നു. അത് ഇനങ്ങൾ അനുസരിച്ചാണ്. ചില ഇനങ്ങൾ മഞ്ഞയാവും, ചിലത് ഓറഞ്ചാവും, എന്നാൽ പച്ചയായി തന്നെ ഇരിക്കുന്ന ഇനങ്ങളും ഉണ്ട്. ഇളം പച്ച നിറത്തിലേക്ക് മാറും. അങ്ങനെ നിറവ്യത്യാസം ആണ് മറ്റൊരു മെച്യൂരിറ്റി ഇൻഡെക്സ്. പിന്നെ ഒന്ന് നമ്മൾ ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയും. അത് 1.01 മുതൽ 1.02 വരെയാണ് സാധാരണ. അതുപോലെ തന്നെ കൂടുതൽ സ്റ്റാർച്ചിന്റെ അളവ് കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഞെട്ടിന്റെ ഭാഗത്ത് ഒരു കുഴിവും അതിന്റെ തോൾ ഭാഗത്ത് വീർത്തും വരുന്നതായിട്ട് കാണാം. പിന്നെ ഇതിന്റെ കായ്കളുടെ കവിള് ഭാഗം നല്ല ഫിൽഡ് ആയിട്ടിരിക്കും. തൊലി പുറത്തുള്ള ഓയിൽ ഗ്ലാൻഡുകൾ അല്ലെങ്കിൽ ചെറിയ കറുത്ത കുത്തുകളായി കാണാം. അത് നല്ലതായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഇപ്പൊ ചില കർപ്പൂര മാങ്ങ പോലുള്ള ഇനങ്ങളിൽ അത് നല്ല വ്യക്തമായിട്ട് തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് പാക്ക് ചെയ്യുന്നത് ബാസ്ക്കറ്റിലോ ക്രേറ്റുകളിലോ ആണ്. ഇത് കപ്പലിൽ കയറ്റി ദൂര സ്ഥലങ്ങളിലേക്ക് വിടാനാണെങ്കിൽ ഒരു ക്രേറ്റില് 25 മുതൽ 35 കിലോ വരെയാണ് പാക്ക് ചെയ്യുന്നത്. പിന്നെ അത് പഴുപ്പിക്കാനായിട്ട് നമുക്ക് 10 ppm എത്തിലീൻ 25 ഡിഗ്രി സെൽഷ്യസില് 90% ആപേക്ഷിക ആർദ്രതയിലുമാണ് സൂക്ഷിക്കുന്നത് പഴുപ്പിക്കാനായിട്ട്. പിന്നെ അത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ചെറു ചൂടുവെള്ളം 50 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് മുക്കി വെക്കുകയും പിന്നെ അതിനെ തണുത്ത അന്തരീക്ഷത്തിൽ 9 മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനില കുറഞ്ഞ മുറികളിൽ 4 ആഴ്ച വരെ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ അതിനെ ഗ്രേഡ് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ അതിന്റെ വലിപ്പം അനുസരിച്ച് അതിന്റെ തൂക്കം അനുസരിച്ച് പല ഗ്രേഡുകളാക്കുന്നു.
പരമ്പരാഗത രീതിയിലുള്ള വിളവെടുപ്പാണിത്. കമ്പിന്റെ അറ്റത്ത് വല കെട്ടി വെച്ചിട്ട് നമുക്ക് പറിക്കാം. കൂടാതെ മെക്കാനിക്കൽ ഹാർവെസ്റ്റേഴ്സ് ഉണ്ട്, വിവിധ ഗ്രേഡുകളാണ്. പിന്നെ ഒരു 14 മുതൽ 20% നഷ്ടം ഉണ്ടാകുന്നത് ഇതിനെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ്. അപ്പൊ അത് ഉരഞ്ഞ് പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യുന്നത് വഴിയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ പല ഷോക്കുകൾ കൊണ്ടും പരിപരുത്ത പ്രതലങ്ങളുമായി തൊടുന്നത് മൂലം ഉണ്ടാകുന്ന ക്ഷതങ്ങളൊക്കെ തന്നെ ഇതിന്റെ നാശത്തിന് ഇടവരുത്തുന്നു. അപ്പൊ നമ്മൾ നല്ല വെന്റിലേഷൻ കൊടുത്ത്, അല്ലെ, വായുസഞ്ചാരമുള്ള നല്ല ഒരു അന്തരീക്ഷത്തിൽ വേണം ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അത്തരത്തിൽ വേണം ബോക്സ് അത് നമുക്ക് പാക്ക് ചെയ്യുമ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനായിട്ട് കോറുഗേറ്റഡ് ഫൈബർ ബോക്സ് എന്ന് പറയുന്ന പ്രത്യേക തരം ബോക്സുകളുടെ ഉള്ളിൽ ആണ് നമ്മൾ അതിനെ സൂക്ഷിക്കേണ്ടത്. പിന്നെ ഇതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഹോട്ട് വാട്ടർ ട്രീറ്റ്മെന്റ് പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുത്തിട്ട് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ലോസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതിന്റെ കറ കളയാനായിട്ട് വെള്ളത്തിൽ മുക്കി വെക്കുന്ന ഒരു രീതിയും ഉണ്ട്. പിന്നെ അതിനെ വലിപ്പം അനുസരിച്ച് സോർട്ട് ചെയ്ത് അതിനെ പല പല ലോക്കൽ മാർക്കറ്റിലാണെങ്കിൽ ഒരു രീതി, നമുക്ക് പ്ലാസ്റ്റിക് കുട്ടകൾ അല്ലെങ്കിൽ ബോക്സുകളിൽ ചെയ്യാം. അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനാണെങ്കിൽ ഓരോ മാങ്ങയ്ക്കും പ്രത്യേകം സെല്ലുകളുള്ള ബോക്സുകളിൽ നമുക്ക് ഫൈബർ ബോർഡ് ബോക്സുകളിൽ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാം. അങ്ങനെ പല രീതിയിലും പല വിപണന എത്ര ദിവസം കഴിഞ്ഞാണ് അത് മാർക്കറ്റിൽ ഫൈനലി എത്തുന്നതനുസരിച്ചാണ് അതിന്റെ പാക്കിംഗ് മെറ്റീരിയൽ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇത് കൂടാതെ കുറച്ച് ഫിസിയോളജിക്കൽ ഡിസോർഡറുകൾ ഞാൻ പറഞ്ഞല്ലോ, അതിലൊന്നാണ് ഓൾട്ടർനേറ്റ് ബെയറിംഗ്. ഓൾട്ടർനേറ്റ് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ഈ വർഷം കായ്ഫലം തരുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം കായ്ഫലം കുറവായിരിക്കും. അപ്പോൾ ഉള്ള വർഷങ്ങളിൽ ഒന്നിടവിട്ട വർഷങ്ങളിൽ വലിയ രീതിയിലുള്ള കായ്ഫലം ഉണ്ടാവുകയും ഒന്നിടവിട്ട വർഷങ്ങളിൽ തീരെ കായ്ഫലം കുറയുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണിത്. ഇതിൽ പല ഗ്രേഡിലുണ്ട്. ഇപ്പൊ ഷൈ ബെയറിംഗ്, റെഗുലർ ബെയറിംഗ്, ബയനിയൽ ബെയറിംഗ്, അങ്ങനെയൊക്കെ പല പല രീതിയിലുണ്ട്. റെഗുലർ ബെയറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ വർഷവും നന്നായി കായ്ഫലം തരുന്ന ഇനങ്ങളാണ് നീലം, ബാംഗ്ലോറ, തോത്താപുരി, റെഡ് സ്മോൾ എന്നീ ഇനങ്ങൾ. എന്നാൽ ഒന്നിടവിട്ട് കായ്ഫലം തരുന്ന ഇനങ്ങളാണ് നമ്മളെ നോർത്ത് ഇന്ത്യയിൽ കൂടുതലും പ്രചാരത്തിലുള്ള ദശേരി, ലാംഗ്ര, ചൗസ തുടങ്ങിയ ഇനങ്ങൾ. ഇടയ്ക്ക് വീണ്ടും അതായത് വർഷത്തിൽ ഒരിക്കലല്ലാതെ ഒന്നിൽ കൂടുതൽ തവണ കായ്ക്കുന്നതാണ് ബാരാമാസി. അതുപോലെ കായ്ക്കാൻ ഒട്ടും റെഗുലർ അല്ലാതെ ഉള്ള രീതിയിൽ കായ്ക്കുന്ന ഒരു ഇനങ്ങളാണ് ഹിമായുദ്ദീൻ, ആലംപൂർ, ബാനേഷ്യൻ തുടങ്ങി. പിന്നെ കായ്ഫലം തരുന്നത് രീതി പല ഘടകങ്ങൾ അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ അതിന്റെ ഇനം. ചില ഇനങ്ങൾ കൂടുതൽ കായ്ഫലം തരും, ചിലത് ഒന്നിടവിട്ട വർഷങ്ങളിലെ കായ്ക്കുള്ളൂ. പിന്നെ അതിന്റെ വളർച്ചാ രീതി, പിന്നെ കാലാവസ്ഥ തന്നെ ഡയറക്റ്റ് എഫക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് എഫക്റ്റ് ഉണ്ട്. ഡയറക്റ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ തീവ്രമായ മഴ അല്ലെങ്കിൽ കഠിനമായ വെയില് അതിനെ കായ്പിടുത്തത്തിന് ബാധിക്കുന്നു. ഇൻഡയറക്റ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക കാലാവസ്ഥയിൽ ചില രോഗങ്ങളുടെയും കീടങ്ങളുടെയും ആക്രമണം കൂടുതലായിരിക്കും, അത് വിളവിനെ ബാധിക്കും. നമ്മളതിനെ കൃഷി ചെയ്യുന്ന രീതി, പിന്നെ ഹോർമോണുകളുടെ ആപ്ലിക്കേഷൻ, ഇതെല്ലാം അതിന്. അതുപോലെ തന്നെ ഒരു വർഷം ക്രമത്തിന് അമിതമായ കായ്പിടുത്തം ഉണ്ടാവുന്നെങ്കിൽ അടുത്ത വർഷം കുറയാനുള്ള സാധ്യതയുണ്ട്. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ കുറച്ച് പൂക്കളെ നമ്മൾ നുള്ളി വിടുക, ഡീ ബ്ലോസമിങ് എന്ന് പറയും. പിന്നെ കൂടുതൽ കായ്കൾ ഒരു കൊലയിൽ തന്നെ വളരെയധികം കായ്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇടയ്ക്കിടയ്ക്കുള്ള കായ്കളെ പറിച്ചു കളയുന്നത്. അതിന്റെ ഒരു പയറുമണിയുടെ ആകൃതി ആ ഒരു സ്റ്റേജിൽ, പി സ്റ്റേജ് എന്ന് പറയും, ആ സ്റ്റേജിൽ നമ്മൾ കുറച്ച് കായ്കളെ പറിച്ചു മാറ്റുന്നത് ശേഷിച്ച കായ്കൾ നല്ല വലിപ്പം വെക്കുന്നതിന് സഹായകരമാവും. അതുപോലെ തന്നെ നമുക്ക് റെഗുലർ ബെയറിംഗ് ആയിട്ടുള്ള ഇനങ്ങൾ നമ്മൾ നട്ടു വളർത്തുക. പിന്നെ റെഗുലർ ബെയറിംഗ് ഇനങ്ങൾ
മായിട്ട് നമ്മൾ സങ്കര ഇനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇതൊന്നും കൂടാതെ നമുക്ക് നേരത്തെ പറഞ്ഞ കൾട്ടാർ അല്ലെങ്കിൽ പാക്ലോബ്യൂട്രസോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. 20 മില്ലി 3 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഓഗസ്റ്റിൽ ഒഴിക്കാം. അതുപോലെ പൊട്ടാഷ്യം നൈട്രേറ്റ്സ് ആയിട്ട് കലർത്തി ഇലയിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇതാണ് പി സ്റ്റേജ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ ചിത്രത്തിൽ കാണുന്നത് പയറുമണിയുടെ വലിപ്പം. പിന്നെ വേറൊരു ഫിസിയോളജിക്കൽ ഡിസോർഡർ ആണ് മാംഗോ മാൽഫോർമേഷൻ. അപ്പൊ അതാണെങ്കിൽ കായിക ഭാഗങ്ങളിലും അല്ലെങ്കിൽ പൂവിലും അല്ലെങ്കിൽ രണ്ടിലും ആണ് വെജിറ്റേറ്റീവ് ഫ്ലോറൽ മിക്സ്ഡ് 3 രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അത് ഈ ഇങ്ങനെ വെജിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇലയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഇലകളായി മാറി പോകുന്നു. പൂക്കളാണെങ്കിൽ ഇങ്ങനെ വളരെ വികൃതമായ രീതിയിൽ പൂക്കൾ ഉണ്ടാവും. ഇതാണ് മാൽഫോർമേഷൻ. അങ്ങനെ ദശേരി, ചൗസ, അൽഫോൺസോ എന്നീ ഇനങ്ങൾ മാംഗോ മാൽഫോർമേഷൻ കൂടുതലുള്ള ഇനങ്ങളാണ്. എന്നാൽ താരതമ്യേന കുറഞ്ഞ ഇനങ്ങളാണ് ബാംഗ്ലോറ, ബാരാമാസി. ബദൗരാൻ എന്ന് പറയുന്ന ഇനത്തില് ഈ മാംഗോ മാൽഫോർമേഷൻ ഉണ്ടാവുകയില്ല. പിന്നെ ഇതിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാല് മണ്ടരിയുടെ ആക്രമണം ഒരു കാരണമാണ്. പിന്നെ താപനില, അതുപോലെ തന്നെ ഹോർമോണുകളുടെ അളവ്, ചില മാൽഫോർമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ പോലെയുള്ള ചില ഘടകങ്ങളുടെ അതുണ്ടാവുന്നതുമൊക്കെ മാൽഫോർമേഷൻ ഉണ്ടാകാനുള്ള ഘടകങ്ങളാണ്. അതുപോലെ ഒരു കുമിൾ, അതായത് ഫ്യൂസേറിയം എന്ന് പറയുന്ന കുമിള് കൂടുതലും തണുത്ത കാലാവസ്ഥയിലാണ് ഈ കുമിള് കൂടുതലായിട്ടും ആക്രമിക്കുന്നത്. അപ്പൊ തണുത്ത പ്രദേശങ്ങളിലാണ് ഈ മാംഗോ മാൽഫോർമേഷന്റെ ഇൻസിഡൻസ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. പിന്നെ വേറൊരു പ്രശ്നമാണ് നമ്മള് ഈ ചൂളകളുണ്ടല്ലോ, നമ്മള് ഈ ബ്രിക്കുകൾ അല്ലെങ്കിൽ ചുടുകട്ട ഉണ്ടാക്കുന്ന ചൂളകൾ. ആ ചൂളകളുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മാങ്ങ പഴത്തോട്ടങ്ങളിലാണ് ഈ ഒരു ഡിസോർഡർ, ബ്ലാക്ക് ടിപ്പ് ഡിസോർഡർ എന്ന് പറയും, ഇത് കാണുന്നത്. ഇങ്ങനെ കായ്കളുടെ അറ്റത്ത് കറുത്ത നിറത്തില് ഉള്ള ഒരു രീതിയിൽ കാണുന്നതിനെയാണ് ബ്ലാക്ക് ടിപ്പ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത് ഈ ചൂളകളിൽ നിന്ന് വരുന്ന സൾഫർ ഡയോക്സൈഡ് വന്ന് തട്ടിയിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ അതിനെതിരെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിന്റെ ചൂളകളുടെ ചിമ്മിനിയുടെ ഉയരം കൂട്ടുക എന്നുള്ളതാണ്. ചിമ്മിനി വളരെ ഉയരത്തിൽ അതിന്റെ പുകക്കുഴലുകൾ സ്ഥാപിക്കുക. 13 മുതൽ 16 മീറ്റർ വരെ പൊക്കി വെക്കുക. അതുപോലെ തന്നെ ചൂളകളിൽ നിന്ന് അകലെയായിട്ട് നമ്മൾ പഴത്തോട്ടങ്ങൾ ഉള്ള സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ചൂളകളിൽ നിന്നും അതിന്റെ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ 1.5 കിലോമീറ്ററെങ്കിലും അകലെ ഉള്ള സ്ഥലങ്ങൾ മാത്രമേ തിരഞ്ഞെടുക്കാവുള്ളൂ. അതുപോലെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിന്നും 3/4 കിലോമീറ്ററെങ്കിലും അകലെയുള്ള സ്ഥലങ്ങളെ ഉപയോഗിക്കാവൂ. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് 4 ഗ്രാം 100 മില്ലി വെള്ളത്തിൽ എന്ന തോതിൽ മിക്സ് ചെയ്തത് മാർച്ച് അവസാനവും ഏപ്രിൽ അവസാനവും 2 പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വഴി ഈ ഒരു പ്രശ്നം കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ 10 മുതൽ 14 ദിവസത്തെ ഇടവേളകളിൽ ബൊറാക്സ് 6 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ സ്പ്രേ ചെയ്യുന്നത് ഇതിനെ ഒരു പരിധി വരെ കുറയ്ക്കുന്നതായിട്ട് കാണുന്നു. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പോഞ്ചി ടിഷ്യൂ ഡിസോർഡർ. അതാണെങ്കിൽ നമ്മുടെ ഈ ദശയില് വളരെ സ്പോഞ്ച് പോലെ ആയി പോവുക. മഞ്ഞ നിറത്തിൽ അതിനകത്ത് എയർ പോക്കറ്റ് ഒക്കെ ഉണ്ടായി നമ്മൾ കാണാൻ പറ്റും. സാധാരണ ഒരു ചകിരി പോലത്തെ ഒരു വല്ലാത്തൊരു കോൺസിസ്റ്റൻസി ഈ ദശയ്ക്ക് ഉണ്ടാകുന്നതാണ്. നമ്മൾ ചിലപ്പോൾ മാങ്ങ മുറിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരുമാതിരി ചകിരി പോലെ ഒരു ഇതിരിക്കുന്നത്. അപ്പൊ അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിലെ pH തീരെ താഴുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാമ്പഴങ്ങളില് മധുരം കുറവായിരിക്കും, PSS ഒക്കെ കുറവായിരിക്കും, കാൽഷ്യം കുറവായിരിക്കും, അതേസമയം പുളി കൂടുതലായി. പിന്നെ ഇതിന് അൽഫോൺസോയിലൊക്കെ കൂടുതലായിട്ടും ഈ സ്പോഞ്ചി ടിഷ്യൂ ഡിസോർഡർ ഉണ്ടായതായിട്ട് കാണാം. അതുപോലെ തന്നെ സുവർണരേഖയും ബാംഗ്ലൂർ ഗ്രീനും അങ്ങനെയുള്ള ചില ഇനങ്ങളിൽ സ്പോഞ്ചി ടിഷ്യൂ ഡിസോർഡർ കൂടുതലുള്ളതായിട്ട് കാണുന്നുണ്ട്. അതേസമയം ഈ അൽഫോൺസോ മറ്റു ഇനങ്ങളുമായി, അതായത് ഇതിന് ഈ സ്പോഞ്ചി ടിഷ്യൂസ് ഈ പ്രശ്നം ഇല്ലാത്ത ചില ഇനങ്ങളാണ് പയറി, നീലം, ദശേരി തുടങ്ങിയവ. അപ്പൊ ഒന്നിൽ നമുക്ക് അങ്ങനെയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യാം, അല്ലെങ്കിൽ ആ ഇനങ്ങളുമായി സങ്കരണം ചെയ്തുണ്ടായ ഹൈബ്രിഡുകൾ, ഉദാഹരണത്തിന് രത്ന പോലുള്ള ഹൈബ്രിഡുകൾ നമുക്ക് ഈ സ്പോഞ്ചി ടിഷ്യൂ ഡിസോർഡറിൽ നിന്നും
അതിന്റെ അളവ് കുറയുന്നതായിട്ട് കാണുന്നുണ്ട് ഇത്തരം സങ്കര ഇനങ്ങൾ അഥവാ ഹൈബ്രിഡുകളിൽ. പിന്നെ ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ പതിക്കുന്ന സൂര്യപ്രകാശം അല്ലെങ്കിൽ റേഡിയേഷൻ ഈ വികസിച്ച് വരുന്ന കായ്കളിൽ വന്ന് പതിക്കുന്നതാണ് ഒരു കാരണം. പിന്നെ കാൽഷ്യം, ബോറോൺ, പൊട്ടാഷ്യം അതിന്റെയൊക്കെ അളവ് മണ്ണിൽ കുറയുന്നത് ഇതിനൊരു കാരണമാണ്. അപ്പൊ നമുക്ക് ഇതിനെ തടയാൻ അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഇനങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിനെ ഏകദേശം 3/4 പാകം എത്തുമ്പോൾ അതിനെ വിളവെടുക്കുക. പിന്നെ നമുക്ക് പൊതയിട്ട് കൊടുക്കുന്ന പോലത്തെ പരിപാടികൾ ചെയ്യാം, അല്ലെങ്കിൽ ആവരണ വിളകൾ അല്ലെങ്കിൽ നട്ടു വളർത്താം. വലിയ കാറ്റുള്ള സ്ഥലങ്ങളാണെങ്കിൽ കാറ്റിനെ അതിജീവിക്കാനായിട്ട് വലിയ മരങ്ങൾ, വിൻഡ് ബ്രേക്ക് എന്ന് പറയും, മരങ്ങൾ വരിവരിയായി വെച്ച് പിടിപ്പിച്ച് കാറ്റിന്റെ വേഗത കുറയ്ക്കാം. ഇതല്ലെങ്കിൽ പറിച്ചു വെച്ച ശേഷം ആ കായ്കളെ നമുക്ക് 10-15 ഡിഗ്രി സെൽഷ്യസിൽ 10 മുതൽ 18 മണിക്കൂർ വരെ കൂൾ ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് IIHR അവരൊരു ദ്രാവകം ഒരു ഫോർമുലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അർക്കാശാഖ നിവാരക. അത് ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് 40 മുതൽ 60% പാകമാവുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് സ്പ്രേ ചെയ്യാം. ഒന്നുകിൽ അതിന്റെ മാങ്ങ ഇതിലേക്ക് ഈ ഒരു ലായനിയിലേക്ക് മുങ്ങുന്ന രീതിയിൽ അതിൽ മുക്കി കൊടുക്കാം മരത്തിൽ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്പ്രേ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 100 മുതൽ 125 മില്ലി അർക്കാശാഖ നിവാരക മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ചെയ്യുന്ന വഴി സ്പോഞ്ചി ടിഷ്യൂ ഡിസോർഡർ, ഇതാണ് സ്പോഞ്ചി ടിഷ്യൂ ഡിസോർഡർ. പിന്നെ വേറെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് മാങ്ങയുടെ അഗ്രഭാഗത്ത് തുമ്പ് ഭാഗത്ത് നിന്നും ഇത് പൊട്ടുന്നതായിട്ട്, സ്പ്ലിറ്റ് ചെയ്ത് വരുന്നതായിട്ട്, അല്ലെങ്കിൽ അതിനെന്താ പറയാ, കായ് പിളർന്നു വരുന്നതായിട്ട് കാണാം. എന്നിട്ട് ആ അഗ്രഭാഗത്ത് അഴുകൽ ഉണ്ടാകുന്നു. അപ്പൊ അൽഫോൺസോ, ദശേരി തുടങ്ങിയ ഇനങ്ങളിൽ ഈ പ്രശ്നം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ബോറിക് ആസിഡ് 4% വീര്യമുള്ളത് പൂക്കുന്ന സമയത്ത് പിന്നെ 3 തവണ സ്പ്രേ ചെയ്യണം, 15 ദിവസം ഇടവിട്ട്. അത് ഗോലിയുടെ വലിപ്പത്തിൽ കായ്കളാവുന്ന സമയത്താണ് നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ മണ്ണിലും ഇട്ട് കൊടുക്കും. അതാണ് ബോറോണിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന സിംറ്റം. പിന്നെ ഇല കരിച്ചിൽ, ഇലയുടെ അരികിലൂടെ കരിഞ്ഞു വരുന്നതായിട്ട് കാണാം. അത് ഒരു പോഷകം പൊട്ടാഷ്യത്തിന്റെ കുറവ് കൊണ്ടാണ്. അപ്പൊ അത് കൂടുതലും തണുപ്പുള്ള സമയങ്ങളിലാണ് കണ്ടുവരുന്നത്. അതിന് പൊട്ടാഷ്യം സൾഫേറ്റ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ക്ലോറിൻ കലർന്ന വെള്ളം ജലസേചനമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. വേറൊരു പ്രശ്നമാണ് ക്ലസ്റ്ററിങ്. ആണെങ്കിൽ ഒരു പൂങ്കുലയുടെ ടിപ്പിലായിട്ട് അതിന്റെ അഗ്രഭാഗത്ത് പൂക്കളെല്ലാം കൂടെ ഒന്നിച്ച് ക്ലസ്റ്ററായിട്ട് വന്ന് കൂട്ടം കൂടി വരുന്നതിനെയാണ് ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്. അത് പയറുമണി വലിപ്പത്തിന്റെ മുകളിലോട്ട് ഡെവലപ്പ് ചെയ്ത് വരില്ല. അപ്പൊ അതിന് നമ്മൾ എന്താന്ന് വെച്ചാൽ അതിന്റെ പ്രധാന കാരണം നല്ല രീതിയിലുള്ള പരാഗണം നടക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പരാഗണത്തിന് സഹായിക്കുന്ന ഷഡ്പദങ്ങളെ ആകർഷിക്കാനായി നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ കൂടുതലും കാർബണിന്റെ അളവ് കൂട്ടി നൈട്രജന്റെ അളവ് കുറച്ച് കൊടുക്കുക. പിന്നെ ടിപ്പ് പൾപ്പ് ഓർ സോഫ്റ്റ് നോസ്, അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതെന്ന് വെച്ചാല് കായ്കളുടെ അഗ്രഭാഗം മഞ്ഞ നിറമാകും. അത് കൂടുതലും പുളിരസം കൂടുതലുള്ള മണ്ണിലാണ് കാണുന്നത്. അപ്പൊ അത് നല്ല പാകമായി വരുന്ന കായ്കളിലാണ് ഈ പ്രശ്നം കാണുന്നത്. അതായത് കായകളുടെ അഗ്രഭാഗം മഞ്ഞ നിറമാകും. അപ്പൊ അതിന് നമുക്ക് കൂടുതൽ നൈട്രജനും പൊട്ടാഷ്യവും പിന്നെ കാൽഷ്യം, മഗ്നീഷ്യം കുറവുള്ള മണ്ണിലാണ് ഇത് കാണുന്നത്. അതിനുവേണ്ടി നമുക്ക് 6 ഗ്രാം കാൽഷ്യം ക്ലോറൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിൽ ഇതിന്റെ ഫ്രൂട്ട്സ് ഡിപ്പ് ചെയ്ത് മുക്കി വെക്കുക. അല്ലെങ്കിൽ കാൽഷ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് മണ്ണിൽ അപ്ലൈ ചെയ്യുക. പിന്നെ സിങ്കിന്റെ കുറവ് കൊണ്ട് ചെറിയ ഇലകൾ കുഞ്ഞായി പോകുന്നു. കൊച്ചില രോഗം എന്ന് പറയും. ഇലകളുടെ വലിപ്പം കുറവായിരിക്കും, ഇലകൾ കട്ടിയുള്ളതും ചുരുണ്ടതുമാകും. ശിഖരങ്ങളുടെ വളർച്ച കുറവ് ആണ് വേറൊരു ലക്ഷണം. അപ്പൊ അതിന് പരിഹാരമായിട്ട് നമുക്ക് 3 ഗ്രാം സിങ്ക് സൾഫേറ്റ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മള്
മാവിന്റെ പ്രധാനപ്പെട്ട പരിചരണ രീതികളും ഇനങ്ങളും എല്ലാം വളരെ ചുരുക്കി ഞാൻ ഇന്ന് പറഞ്ഞു. നമുക്കറിയാം നമ്മുടെ പല മാവിനങ്ങൾ, പ്രത്യേകിച്ച് നാടൻ മാവിനങ്ങൾ എല്ലാം തന്നെ ഇന്ന് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ വീട്ടുവളപ്പിലും ശേഷിച്ച വളരെ കുറച്ചിനം മാവിനങ്ങൾ സംരക്ഷിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടില് ഒരു മാവിനം, നാടൻ മാവിനമാകട്ടെ ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാതെ സംരക്ഷിക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ശ്രമം ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ക്ലാസ് ഇവിടെ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി. ഇനി സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. മാഡം, ഈ പ്രൂൺ ചെയ്തിട്ട് ഹലോ ഹലോ ചോദിച്ചോളൂ മാഡം, പ്രൂൺ ചെയ്തതിന് ശേഷം ആ മരക്കമ്പ് പ്രൂൺ ചെയ്തത് ഉണങ്ങാതിരിക്കാൻ ആ മരക്കമ്പിൽ എന്ത് പരട്ടണം? നമുക്ക് ബോർഡോ കുഴമ്പ് പുരട്ടുന്നത് നല്ലതായിരിക്കും. അപ്പൊ അതില് രോഗങ്ങളാണോ? ബോർഡോ കുഴമ്പ് എന്ന് പറയുന്നത് തുരിശാണോ? അല്ല, അതെ അതെ, തുരിശും കുമ്മായവും മിക്സ് ചെയ്തിട്ട് നമ്മള് ബോർഡോ മിശ്രിതം ഉണ്ടാക്കൂലേ, അത് 1% വീര്യമുള്ളതാണ്. ഇത് 10% വീര്യമുള്ളതാണ് ബോർഡോ കുഴമ്പ്. അത് വാങ്ങിക്കാൻ കിട്ടുമോ? ഫ്രഷ് ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കി അന്നന്ന് ഉപയോഗിക്കണം. ഓക്കെ ഓക്കെ. തുരിശും കുമ്മായും ഈക്വൽ ആയിട്ട് എടുക്കണോ? അതിന്റെ കണക്ക് ഞാൻ പറഞ്ഞുതരേ, ചാറ്റിലിട്ടാ പോരെ? കോപ്പർ ഓക്സിക്ലോറൈഡ് സ്പ്രേ ചെയ്താലും പോരെ? ബോർഡോ കുഴമ്പിന് പകരം സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. ഇത് കൊമ്പുണക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ അത് സഹായിക്കും. ഒരു കുമിൾനാശിനിയാണല്ലോ. നമ്മൾ ഈ ഇത് ഷെയർ ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പില് ഷെയർ ചെയ്യുന്നുണ്ട്. ഓഡിയോയും വീഡിയോയും രണ്ട് റെക്കോർഡിങ്സും കാണുമോ? സ്ലൈഡ്സ് രണ്ടും, ഓഡിയോ വീഡിയോ രണ്ടും ഉണ്ടാവും. മാഡം, എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ എന്റെ മാവിൽ ഒരു 15 വർഷം പ്രായമായ ഒരു കോട്ടർകോണം മാവുണ്ട്. അപ്പൊ അത് കുറച്ച് ഷൈ ബിയറിംഗ് ആണ്. ഇയർലി ഒരു 15 to 20 മാങ്ങകളെ ഉണ്ടാകത്തുള്ളൂ. അപ്പോഴ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ടോപ്പ് വർക്കിങ് ചില ബ്രാഞ്ചസ് ഇങ്ങനെ വാള് വെച്ച് അറുത്ത് കളയാറുണ്ട്. അപ്പൊ അതില് വരുന്ന പുതിയ മുളകൾ പൊട്ടി വരുന്നതിൽ പെൻസിൽ വണ്ണം ആകുമ്പോൾ ഈ വെഡ്ജ് ഗ്രാഫ്റ്റിങ് പല വെറൈറ്റീസ് ഇപ്പൊ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2-3 മാസമായിട്ട് ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് അതില് മറ്റേ സിപ്പപ്പ് കവർ വെള്ളം നനച്ച് അതിന്റെ ഉള്ളിൽ നനച്ചിട്ട് വെച്ച് കൂടിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഞാനിപ്പോ 3-4 മാസമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ 7-8 വെറൈറ്റീസ്, 8-9 വെറൈറ്റീസ് ആയി ഇപ്പോൾ. അപ്പോഴ ഒരു മാവില് വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരു കോട്ടൂർക്കാണ് മാവ്, 15 years old ആണ്. അപ്പോഴതില് അൽഫോൻസോ മാന്റെ ഗ്രാഫ്റ്റ് ഒന്ന് ഫെയിലിയർ ആയി, രണ്ടാമത് വേറെ ഒരെണ്ണം കൂടെ മാറ്റി വെച്ചിട്ട് അതും ഫെയിലിയർ ആയി. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും? അത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. പിന്നെ നമ്മള് ഗ്രാഫ്റ്റ് ഇൻകമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. അതെന്ന് പറഞ്ഞാല് നമ്മള് സാധാരണ നമ്മള് റൂട്ട് സ്റ്റോക്കും സയോണും തമ്മിൽ ഒരു ചേർച്ച ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മളിപ്പോ ഒരേ ഇനത്തിന്റെ 2 റൂട്ട് സ്റ്റോക്കും സയോണും സെയിം ഇനമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഉണ്ടാവില്ല. അതേസമയം നമ്മൾ മറ്റൊരു ഇനം ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതായിരിക്കും ഒരു അല്ലെങ്കിൽ നമ്മൾ ഈ മുറിവുണ്ടാക്കൂല, നമ്മൾ ഈ മുറിവെടുക്കുന്ന സമയത്ത് വളരെ ഷാർപ്പായിട്ടുള്ള കത്തി ഉപയോഗിച്ച് വളരെ മിനുസമാർന്ന രീതിയിലായിരിക്കണം അതിന്റെ ആ മുറിവിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മളിങ്ങനെ അതിന് പലതവണ മുറിക്കൊണ്ട് ഷാർപ്പല്ലാത്ത കത്തി കൊണ്ടൊക്കെ ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ അറിയാതെങ്കിലും നമ്മുടെ വിരല് തൊടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണങ്ങിപ്പോവാം. പിന്നെ നമ്മൾ ഈ ഇത് ചെയ്ത ശേഷം ഈ മാവിന്റെ പരിചരണം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതായത് നമുക്ക് അതിന് വേണ്ട രീതിയിലുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുക. അതിന് പ്രൂണിങ് ചെയ്തിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ നൈട്രജൻ ഒക്കെ ഇട്ടു
ഇത് ആവശ്യമാണ്. നൈട്രജൻ ചുവട്ടിൽ ഇട്ട് കൊടുക്കണോ അതോ സ്പ്രേ ചെയ്യണോ? ഫോളിയാർ സ്പ്രേ ചെയ്യണോ? എന്താണ് വേണ്ടത്? അല്ല, മണ്ണിലിട്ട് കൊടുത്താൽ മതി. മണ്ണിലിട്ട് ഇട്ട് കൊടുത്താൽ പിന്നെ നല്ല ജലസേചനം കൊടുക്കും. കെയർ നമ്മള് കുറച്ച് നന്നായിട്ട് ചെയ്യണം. അല്ല, ജലസേചനത്തിന് ഇപ്പൊ മിക്കപ്പോഴും മഴയുണ്ടല്ലോ, കാലവർഷം മുഴുവനും കിട്ടിയത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് തുലാവർഷം എല്ലാവർക്കും ഉണ്ടല്ലോ, നനച്ചു കൊടുക്കേണ്ട ആവശ്യം പിന്നെയുണ്ട്. ഏത് മാസമാണ് ചെയ്തത്? ഇത് കഴിഞ്ഞ ജൂലൈയിലാണ് തുടങ്ങിയത്. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. അത് അനുയോജ്യമായ സമയമാണ്. അത് ചെയ്യേണ്ട സമയം അതാണ്. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതാണ്. പിന്നെ ഇത് ടോപ്പ് വർക്കിംഗ് ചെയ്യുന്നതുകൊണ്ട് ഉള്ള കാര്യങ്ങളെ പറ്റി എനിക്ക് ചോദിക്കാനുള്ളത്, മാഡം പറഞ്ഞു അപ്പൊ ഈ വർഷം ഫ്രൂട്ട് ബിയർ ചെയ്ത ബ്രാഞ്ചസ് അടുത്ത വർഷം അതില് ഫ്രൂട്ട് ബിയറിങ് ഉണ്ടാകത്തില്ലല്ലോ അല്ലെ? ഫ്രൂട്ട് ബിയറിങ് ആയിരിക്കത്തില്ലല്ലോ, അങ്ങനല്ലേ? ഇല്ല, ഇല്ല, അതിൻ്റെതായ കായിക വളർച്ച എത്തണമല്ലോ അതിന്. അതായത് നമ്മൾ ഒരു ചെടി ടോപ്പ് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ കൂടി ആവശ്യമായ കായിക വളർച്ച എത്തിയതിനു ശേഷം മാത്രമേ അതിനെ നമ്മൾ പൂക്കാനായിട്ട് വിടാവുള്ളൂ. എന്നാലാണ് നമുക്ക് നല്ല രീതിയിലുള്ള വളർച്ച ചെടിക്ക് ഉണ്ടാവുള്ളൂ. കാരണം ഇത് മാവ് പൂക്കുന്നത് ശാഖയുടെ അഗ്രഭാഗത്താണ്. അപ്പൊ അത് പൂക്കുന്നതോടുകൂടി തന്നെ ആ ശാഖയുടെ വളർച്ച അങ്ങ് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ മാക്സിമം കായിക വളർച്ച എത്തുന്നതിന് ശേഷം മാത്രമേ ഈ ശിഖരങ്ങളില് കായ്കൾ ഉണ്ടാവാൻ അനുവദിക്കാൻ പാടുള്ളൂ. അതാണ് ഏറ്റവും ആരോഗ്യപരമായ പ്രവണത. അപ്പൊ ഈ വർഷം ഫ്രൂട്ട്സ് ഉണ്ടായ ബ്രാഞ്ചസ് അടുത്ത വർഷം അത് കട്ട് ചെയ്ത് കളയാമല്ലോ, പ്രൂൺ ചെയ്യാമല്ലോ അല്ലെ? ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രൂൺ ചെയ്യാം. ഹാർവെസ്റ്റ് ചെയ്യുമ്പോഴ ശേഷം അടുത്ത വർഷം സെപ്റ്റംബർ എപ്പോഴാണ് പ്രൂൺ ചെയ്യുന്ന സമയം? ആഗസ്റ്റ്, സെപ്റ്റംബറിലാണോ? ജൂലൈ കായ് പറിച്ചു കഴിഞ്ഞിട്ട് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെയൊക്കെ ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ ചെയ്തിരിക്കുന്നത് അൽഫോൺസോ ആണ് 2 തവണ ചെയ്തിട്ട് ഫെയിലിയർ ആയ. പിന്നെ വേറെ ഇത് അമ്രപാളി, പിന്നെ മല്ലിക, സിന്ദൂരം, പിന്നെ ഹൈബ്രിഡ് 157. ബാക്കിയെല്ലാം ശരിയായി. കാലാപ്പാടി അത് ശരിയായി. പിന്നെ ചില നാടൻ അൽഫോൺസോ മാവുണ്ടോ വീട്ടില്? പിന്നെ മാവ് വേറെ കുറച്ച് തൈ വലുതായതുകൊണ്ട് പിന്നെ എനിക്ക് വേറെ സ്ഥലത്തുനിന്ന് കിട്ടി. അങ്ങനെ വേറെ സ്ഥലത്തുനിന്ന് ഇവിടെ കാർഷിക കോളേജിൽ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ വെറൈറ്റീസ് ആയ ലങ്കട, ദസേരി, ചൗസ അതൊക്കെ അതിന്റെ സയോൺസ് അല്ലെ കമ്പുകൾ കിട്ടുമോ? അല്ലെങ്കിൽ അതിന്റെ തൈകളൊക്കെ ഉണ്ടോ? ഇതെല്ലാം പിന്നെ എവിടെയാ കിട്ടുന്നത്? മണ്ണുത്തി കാർഷിക സർവകലാശാല ഇവിടെ ഉണ്ടോ? മണ്ണുത്തിയിലുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടി. പിന്നെ കാസർഗോഡ്, പീലിക്കോട് അവിടെ നമുക്ക് ഇവിടെ പടന്നക്കാട് കാർഷിക കോളേജിലും പിന്നെ അതുപോലെ പിലിക്കോട്, അതുപോലെ തളിപ്പറമ്പ് ഒരു അഗ്രികൾച്ചർ ഫാം ഉണ്ട് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെയൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. അതായത് കരിമ്പം പറഞ്ഞ അതാണോ? അവിടെയുണ്ട്. കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ. ഇതിന്റെ എല്ലാം ഡേറ്റ ഇവിടെ ബാങ്ക് ഉണ്ടോ? ഇതിന്റെ എല്ലാം ജീൻ ബാങ്ക് ഇങ്ങനെയൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ? എല്ലാ ഇനങ്ങളും കൂടുതലും നമുക്ക് NBPGRന്റെ വെള്ളാണിക്കരയുണ്ട് ഒരു NBPGRന്റെ. അവിടെയാണ് കൂടുതലും ജീൻ ബാങ്ക് നമ്മള് പല രീതിയിൽ അവര് പ്രിസർവ് ചെയ്തിട്ടുള്ളത്. അതിന്റെയൊക്കെ കമ്പുകളോ സയോൺസോ ഒക്കെ എവിടെ നിന്നൊക്കെ കിട്ടുമോ? സയോൺസ് കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫാമുകളിൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിപ്പോ എത്ര വേണമെങ്കിലും വെള്ളാണിക്കര നല്ലൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ. സയോൺസ് ഇങ്ങനെ എത്ര വേണമെങ്കിലും വെക്കാമല്ലോ. അപ്പം ഇവിടെ UP-യിലെ ലക്നൌവിലെ മലിഹാബാദ് എന്ന സ്ഥലത്ത് ഒരു കലിമുള്ള ഖാനാൻ 1000-ൽ പരം വെറൈറ്റീസ് ഒരു മാവിൽ തന്നെ ഒരു മാതൃവൃക്ഷത്തില് ക്രാഫ്റ്റ് ചെയ്തതായിട്ട് പിന്നെ കാണുന്നുണ്ട്. 1000-ൽ പരം വെറൈറ്റീസ്. അവിടുത്തെ നവാബിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാള് 1000-ൽ പരം വെറൈറ്റീസ് കലിമുള്ള ഖാൻ, ഒത്തിരി പ്രായമുള്ള ഒരാള്, പത്മശ്രീ അവാർഡൊക്കെ കിട്ടിയ. അത്രയൊക്കെ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. സാധിക്കും. ചോദിച്ചോട്ടെ, കേക്കാവോ?
അതായത് എനിക്ക് ഒരു വലിയ ഒരു 20 വർഷത്തിന് മേലെ പഴക്കമുള്ള പിന്നെ കിളിച്ചുണ്ടൻ മാവും പ്രയോർ മാവും ഉണ്ട്. വലിയ മരം, ഏകദേശം ഒരു 20 അടിയോളം പൊക്കമുള്ള മാവാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ പിന്നെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഞാൻ അത് ശകരം എല്ലാം പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞല്ല 2 വർഷത്തിന് മുമ്പ്. അപ്പൊ ഇപ്പൊ നല്ലോണം പന്തലിച്ച് നിൽക്കുക. പക്ഷെ ഇത് മാവ് പൂക്കുന്നില്ല. അപ്പൊ ആരോ പറഞ്ഞു ഇങ്ങനെ ഈ പടിയേലൊരു വളയം ഉണ്ടാക്കിയാൽ മതി, ചെത്തിക്കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്തു. ഒരു മാവേല് കുറച്ചൊരു 10-15 എണ്ണം മാവ് ഉണ്ടായി. പക്ഷെ ഇത്തവണ ഞാൻ ഒന്നും ചെയ്തില്ല. ഇനി എന്താണ് അത് ചെയ്യേണ്ടത് പൂക്കാൻ? നമ്മൾ ഇതിന് നല്ല രീതിയിലുള്ള പരിചരണം കൊടുക്കുക, ശരിയായ രീതിയിലുള്ള വളപ്രയോഗം ഞാൻ പറഞ്ഞു തന്നില്ലേ, അത് കൊടുത്തു. പരിചരണ മുറകളെല്ലാം കറക്റ്റായിട്ട് ചെയ്ത ശേഷം നമുക്ക് എന്നിട്ടും ഇത് കായ്ഫലം തരുന്നില്ല എങ്കിൽ, ഇപ്പൊ നമുക്ക് നമ്മുടെ മണ്ണിലെ ഏറ്റവും പ്രശ്നമുള്ള 2 ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ പൊട്ടാഷ്യം കുറവാണ്, ബോറോണും കുറവാണ്. അപ്പൊ അത് ഒരു കാരണവശാലും നമ്മള് അതിന്റെ വളം എന്തായാലും കറക്റ്റായിട്ട് കൊടുക്കുക. ഒരു ബൊറാക്സ് ഒക്കെ ഒരു 50 ഗ്രാം ഒരു മാവിലെന്ന് തോതിൽ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നല്ല രീതിയിലുള്ള പരിചരണ മുറകൾ ചെയ്തിട്ടും പൂക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് മറ്റ് ഫ്ലവർ ഇൻഡക്ഷൻ രീതികൾ ഞാൻ പറഞ്ഞു തന്നില്ലേ, ആ മെത്തേഡ്സ് ഏതെങ്കിലും ഫോളോ ചെയ്ത് നോക്കുക. കൾട്ടാർ ആപ്ലിക്കേഷനിലോട്ടോ. എത്ര വർഷം പ്രായമായെന്ന് പറഞ്ഞേ? 20 വർഷമെങ്കിലും ആയിട്ടുണ്ട്. 20 വർഷം പ്രായമായതിലേക്ക് നമുക്ക് കൾട്ടാർ ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. ആണല്ലേ? അപ്പൊ പിന്നെ നമ്മളിപ്പോ കട്ട് ചെയ്ത് നല്ല പന്തലിച്ച് കിടക്കുകയാണ് ഇപ്പം. അപ്പൊ നല്ല തണലുവാ. അപ്പൊ തണലുള്ള കാരണം നമ്മൾ ഇതിന് കട്ട് ചെയ്യാനായിട്ട് ഒരു മടിയും കാണിക്കുന്നു. പക്ഷെ ഈ എല്ലാ വർഷവും ഈ പ്രൂണിങ് നടത്തണോ? എല്ലാ വർഷവും നടത്തണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു പാസ്റ്റ് സീസൺ ഗ്രോത്തിലാണ് നമ്മുടെ മാവില് കായ്കൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പേരയിലൊക്കെ ആവശ്യമുള്ള പോലെ എല്ലാ വർഷവും മാവിന് പ്രൂണിങ്ങിന്റെ ആവശ്യമില്ല. പിന്നെ ഇതിന്റെ പൊക്കം കുറച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്, പിന്നെ അതുപോലെ അതിന്റെ ആകാരമൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൂണിങ് ചെയ്യുന്നത്. ചെറിയ തോതിലുള്ള പ്രൂണിങ് മതിയാവും. ഹാർവെസ്റ്റ് ചെയ്ത ശേഷം, കായ പറിച്ചതിന് ശേഷം ചെറിയ രീതിയിൽ പ്രൂണിങ് ചെയ്താൽ മതി. ശരി. എത്ര വരെ പൊക്കമാക്കി മാക്സിമം നമുക്ക് നിന്ന് പറിക്കുന്ന രീതിയിലേക്ക് ആക്കാൻ പറ്റുമോ നമ്മുടെ നാട്ടില്? കാരണം ഹൈഡൻസിറ്റി പ്ലാന്റിങ് നമ്മുടെ നാട് എന്ന് പറയുന്നത് മറ്റ് സ്ഥലങ്ങളിലുള്ള പോലെയുള്ള പ്രൂണിങ്ങും ഹൈഡൻസിറ്റി പ്ലാന്റിങ്ങും ഒന്നും എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നുള്ളതിനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ പൂർണ്ണ രൂപത്തിൽ എത്തിയിട്ടില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ജെയിൻ ഇറിഗേഷൻ അവിടെയൊക്കെ പറയുന്നുണ്ടല്ലോ വളരെ സക്സസ്ഫുൾ ആണ്. അവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല വരണ്ട കാലാവസ്ഥയാണ്. ഇവിടെ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും മഴയാണ് അല്ലെ. മഴ കൂടുതലുള്ളത് കാരണം കായിക വളർച്ച കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ പ്രൂണിങ്ങും ഹൈഡൻസിറ്റിക്കും പോയി കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് നമ്മൾ പ്രൂൺ ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. അത് ഭയങ്കര ലേബർ ഇന്റൻസീവ് ആയിരിക്കും. അത് വയബിൾ ആയിട്ടുള്ള ഒരു സംഗതി അല്ല. മാത്രമല്ല നമ്മുടെ വീടുകളിലെ വലിയ മരങ്ങൾ വേറെ ഉള്ളത് കാരണം അതിന്റെ അടിയിൽ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് വളർച്ച മുരടിച്ചു പോകും. അത് വേറൊരു അതാണ്. അത് നല്ല വെയിൽ കിട്ടിയാൽ മാത്രമേ നന്നായി കായ്ക്കുള്ളൂ. അത് വേറൊരു ഫാക്ടറാണ്. ശരി മാഡം, സ്ലൈഡൊക്കെ ഇടുമല്ലോ, അപ്പൊ ഒന്നുകൂടെ നോക്കിയിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ. പിന്നെ ഈ മരങ്ങൾ നമ്മളിപ്പം 1-2 മരങ്ങളെ ഉള്ളൂ എങ്കിൽ വീട്ടിൽ നമുക്കത് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ശാഖ വരുന്ന ഒരു ഉയരം ഉണ്ടല്ലോ, അത് 1-1.5 മീറ്ററിനകത്ത് ശാഖ ഉണ്ടാവുക. 1 മീറ്റർ എങ്കിലും കുറഞ്ഞത് വളർന്നതിന് ശേഷം നമ്മൾ അതിന്റെ ശാഖകൾ അനുവദിക്കുക. ഒരു 3 ശാഖ, ഓരോ ശാഖയിലും വീണ്ടും 1-2-3 ശാഖകൾ മാത്രം അനുവദിക്കുക. മാക്സിമം 3 മീറ്റർ ഉയരത്തിൽ നമ്മൾ നിയന്ത്രിക്കുക. വശത്തേക്ക് 1.5 മീറ്റർ അങ്ങനെ 3 മീറ്റർ, അങ്ങനെ ആ രീതിയിൽ നമ്മളൊരു കൊടയുടെ ആകൃതിയിൽ അതിന്റെ ഇലകളും അതിന്റെ കനോപ്പി ആ ഒരു രീതിയിൽ മാനേജ് ചെയ്ത് എടുക്കാമെങ്കിൽ വീട്ടുവളപ്പിൽ നന്നായിട്ട് നിൽക്കും. അതുപോലെ ഈ ഇല ചെറുതായിട്ട് കരിയുന്നത് പോലെ തോന്നുന്നുണ്ട്, അതെന്തുകൊണ്ടാ? അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കൊമ്പുണക്കാണോ എന്ന് നോക്കുക. അതാണെങ്കിൽ അരികിന്ന് അഗ്രഭാഗത്ത് നിന്ന് താഴോട്ട് കരിഞ്ഞു വരും. അതാണെങ്കിൽ ആ കരിഞ്ഞു വന്നതിനെ തൊട്ട് താഴെ വെച്ച് മുറിച്ച് മാറ്റിയിട്ട് ബോർഡോ കുഴമ്പ് പുരട്ടി കൊടുക്കുക. പിന്നെ സ്പ്രേ. അതുപോലെ മാഡം പറഞ്ഞില്ലേ ഈ മരത്തിന്റെ 60 സെന്റിമീറ്റർ ദൂരെ വേണം ഈ പറഞ്ഞ വളങ്ങളൊക്കെ ഇടാന്ന് പറഞ്ഞില്ലേ? ഈ 20 വർഷമായ മരത്തിനും ഈ 60 സെന്റിമീറ്റർ ഇട്ടാൽ മതി? അല്ലല്ല, പിന്നെ ഞാൻ പറഞ്ഞില്ലേ 2.5 മുതൽ 3 മീറ്റർ വരെ അകലത്തിൽ. ഞങ്ങൾ ആ സ്ലൈഡ് നോക്കിയാൽ കാണാം കേട്ടോ. വലിയ മരങ്ങൾക്ക് അങ്ങനെയാണ്. ശരി. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെൽക്കം.
ഹലോ മാം, നമസ്കാരം. എന്റെ ഒരു ഒട്ടുമാവ്, ഒട്ടുമാവിൽ മാങ്ങ ഉണ്ടായി പകുതി വിളവ് കഴിഞ്ഞതിന് ശേഷം വെടിച്ച് വീഴുന്നു. അതെന്തുകൊണ്ടായിരിക്കും? അത് സ്പ്ലിറ്റിംഗ് അല്ലേ, കായിലല്ലേ വെടിച്ചിലുണ്ടാകുന്നത്. അത് സാധാരണ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രതിഭാസമാണ്. ഇത് മാവില് മാത്രമല്ല, മിക്കവാറും ഉള്ള ഫലവർഗ വിളകളിൽ ഇത് കാണുന്നുണ്ട്. അത് അന്തരീക്ഷത്തിലുള്ള പെട്ടെന്നുള്ള വ്യതിയാനം, അതായത് വളരെ ചൂടുള്ള ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ വേനൽക്കാലത്ത് നല്ല ചുട്ട് പഴുത്തിരിക്കുന്ന അന്തരീക്ഷത്തിൽ പെട്ടെന്നൊരു മഴ പെയ്യുക, അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന അന്തരീക്ഷത്തിലെ ചൂടിന്റെ മാറ്റം. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് ഇത് പൊട്ടി പിളർന്നു പോകുന്നത്. അപ്പൊ അതിന് നമുക്ക് വേറെ ചെയ്യാൻ ഇല്ല. ചൂടിന്റെ അതായത് താപനില കുറയ്ക്കാനുള്ള കാര്യങ്ങൾ, അതായത് ഞാൻ കാണിച്ചതിൽ ഒരു പടത്തില് ചുണ്ണാമ്പ് പുരട്ടുക, അല്ലെങ്കിൽ പൊത ഇടുക ചുവട്ടില്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചൂടിന്റെ അളവ് കുറയ്ക്കാൻ നോക്കുക. അത്രേ ഉള്ളൂ പറയാം, ചെയ്യാവുന്ന കാര്യം. ഹലോ മാഡം, ഹലോ, ഒരാൾ പറയണേ ഒരു സമയം. ഒരു പുതിയ ഇലകൾ വരുമ്പോഴേ, ഈ തളിരില വരുമ്പോഴേ ഈ കത്രിക വെച്ച് മുറിച്ചതുപോലെ എല്ലാം താഴെ വീഴുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു തന്നല്ലോ, ഇല വെട്ടി വീഴ്ത്തുന്ന ഒരു ലീഫ് കട്ടിംഗ് വീവർ എന്ന് പറഞ്ഞിട്ട് ഒരു കീടമുണ്ട്. അതാണ് അതിന്റെ കാരണം. ഞാൻ ആ സ്ലൈഡിലുണ്ട്, നോക്കിയാൽ മതിയാവും. പറഞ്ഞിട്ടുണ്ട്. മാം, മോതിരവിടലിനെ പറ്റി ഒന്നുകൂടെ പറയണേ. മോതിരവിടൽ നമ്മൾ ഈ സാധാരണ പൂക്കാത്ത മാവുകള് പൂപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അതിന് റിങ്ങിങ് എന്ന് പറയും. റിങ്ങിങ് വേറെയും 1-2 ടെക്നിക്സ് ഉണ്ട്. നോച്ചിങ്, നിക്കിങ് എന്നൊക്കെ പറയും. അത് തന്നെ സംഭവം ഇതാണ്. നമ്മൾ ഒരു ശാഖയുടെ ഒരു ഭാഗത്തെ ഒരു മോതിരം പോലെ അതിന്റെ ബാർക്ക് മുറിച്ചു മാറ്റുകയാണെങ്കിൽ ആ മുറിവിന്റെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ഈ പ്രകാശ സംശ്ലേഷണമൊക്കെ നടത്തി ഉണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റുകൾ താഴേക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് വരുമല്ലോ. അപ്പൊ ഇത് ഫ്ലോയം എന്ന് പറയുന്ന ട്യൂബുകളിൽ കൂടെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ തൊലി മുറിച്ചു മാറ്റുമ്പം ഈ ഫ്ലോയത്തിനെയാണ് നമ്മൾ മുറിച്ചു മാറ്റുന്നത്. അപ്പൊ ഈ കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം കൂടി വന്നിട്ട് ആ മുറിവിന്റെ അടുത്ത് എത്തുമ്പോൾ പിന്നെ അവർക്ക് ആ മുറിവ് കടന്ന് താഴെ വരാൻ പറ്റില്ല. അപ്പൊ ആ മുറിവിന്റെ മുകൾ ഭാഗത്തായിട്ട് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടുകയും ആ ഭാഗങ്ങളിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടുക, അതായത് നൈട്രജൻ ഇസ്റ്റു കാർബൺ എന്നുള്ള റേഷ്യോ വളരെ പ്രധാനമാണ്. നൈട്രജൻ കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ കായിക വളർച്ച കൂടുന്നു. നൈട്രജൻ കുറഞ്ഞ് കാർബണിന്റെ അളവ് കൂടുകയാണെങ്കിൽ അത് പൂക്കാനും കായ്ക്കാനും ഇടവരുത്തുകയും ചെയ്യുന്നു. അപ്പൊ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അവിടെ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് പുതിയ ശാഖകളും പുതിയ പൂങ്കുലകളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് റിങ്ങിങ് ചെയ്യുക എന്ന് പറയുന്നത്. മാഡം, ഈ പാക്ലോബ്യൂട്ടാസോൾ അതായത് കൾട്ടാർ അത് യൂസ് ചെയ്യുന്നതിനെ പറ്റി ഒന്നുകൂടെ എലാബറേറ്റ് ആയിട്ടൊന്ന് പറയാം. അതിന്റെ മാവിന്റെ ചോട്ടിൽ നിന്ന് 2 അടി അകലത്തില് ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാക്കിയിട്ടാണോ, എന്ത് ഡെപ്തിലെ കുഴികൾ ഉണ്ടാക്കിയിട്ടാണ് അത് കലക്കി ഒഴിക്കേണ്ടത്? അത് നമ്മള് അതിന് ചുറ്റിനും നമുക്ക് മണ്ണ് മാറ്റി അതിന്റെ ഡെപ്ത് പറഞ്ഞാല് ഏകദേശം ഒരു 20 സെന്റിമീറ്റർ ആഴമാണെന്നാണ് എന്റെ ഓർമ്മ. ഞാൻ വേണമെങ്കിൽ അത് നോക്കിയിട്ട് പറയാം, ഞാൻ ചാറ്റിൽ ഇടാം കേട്ടാ. കറക്റ്റ് ഡെപ്ത് എനിക്ക് പോകില്ല. എന്തായാലും അതിന് ചുറ്റിനുമാണ് മണ്ണ് മാറ്റിയിട്ട് ആണ് നമ്മൾ ഒഴിക്കുന്നത്. അതിന്റെ മറ്റ് പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതായത് അതിന്റെ റെസിഡ്യുവൽ എഫക്റ്റ് വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ട്. അത് മണ്ണിലോ അല്ലെങ്കിൽ കായിലോ ഒന്നും റെസിഡ്യൂ ഉണ്ടാകുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് അത്ര വലിയ ദോഷമുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ റെഗുലർ ആയിട്ട് എല്ലാ വർഷവും അത് ഉപയോഗിക്കാൻ പാടില്ല. കുറെ പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു ഗ്യാപ്പ് കൊടുക്കേണ്ടതുണ്ട്. അതായത് കണ്ടിന്യൂസ് എല്ലാ വർഷവും അത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഒരു 3 വർഷമെങ്കിലും ഗ്യാപ്പ് കൊടുക്കണം. ഓവറായിട്ട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചെടിയുടെ സ്വാഭാവികമായിട്ട് കായ്ക്കാനുള്ള ഒരു കഴിവിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പൊ നമ്മള് സാധാരണ വലിയ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളിലായാലും നമ്മൾ കണ്ടിന്യൂസ് അത് കൊടുക്കാൻ പാടില്ല. അത് ചെടിയുടെ പൊതുവിലുള്ള ആരോഗ്യവും സ്വാഭാവികമായിട്ട് കായ്പിടുത്തം ഉണ്ടാകാനുള്ള ശേഷിയും പ്രതികൂലമായിട്ട് ബാധിക്കും. മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലെ അൽഫോൺസോ മാന്തോട്ടങ്ങളിൽ അവരെ ആപ്പോസ് എന്ന് പറയുന്ന ഈ അൽഫോൺസോ, അവിടുത്തെ കർഷകർ റെഗുലർ ആയിട്ട് എല്ലാ വർഷവും
ഈ കൾട്ടാറ യൂസ് ചെയ്യുന്നതായിട്ടാണ് ഒരേ സമയത്ത് പൂക്കാനും കായ്ക്കാനും വേണ്ടി, അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ശരിയാണ്, അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഈയിടെ ഞാൻ ലിറ്ററേച്ചറിൽ കണ്ടതാണ് ചില സന്ദർഭങ്ങളിൽ ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന് ഒരു നെഗറ്റീവ് എഫക്റ്റ് വരുന്നതായിട്ട്. പാലക്കാട് മുതലമടയിലെ കർഷകർ യൂസ് ചെയ്യുന്നുണ്ടോ? പാലക്കാട് മുതലമട അവരും ഉപയോഗിക്കുന്നു. ഇത് കൂടാതെ വേറെ എന്താണ് സ്പ്രേ ചെയ്യാവുന്ന? എന്താണ് എത്തിഫോണോ അങ്ങനെ ഏതാണ്ട് പറഞ്ഞു, ഇലകളിൽ സ്പ്രേ ചെയ്യുന്നത്? എത്തിഫോണ് പറയുന്നുണ്ട്, പിന്നെ പൊട്ടാഷ്യം നൈട്രേറ്റ് അതിന്റെ സ്പ്രേ പറയുന്നുണ്ട്, പിന്നെ സ്യൂഡോമോണാസിന്റെ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് പൂങ്കുലകളിൽ തളിക്കാനും പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അതൊരു ഫ്ലോറൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് നമ്മള് പൂക്കളില് പോഷകങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ ഇലകളിൽ പോഷകങ്ങൾ കൊടുക്കുന്നു. ഇതെല്ലാം തന്നെ ആരോഗ്യം വളർത്തുകയും ഫ്രൂട്ട് സെറ്റ് കൂട്ടി കായ് കൊഴിച്ചിൽ കുറയ്ക്കാനും സഹായിക്കും. ഈ എത്തിഫോണ് ഏത് സമയത്താണ് ഇലകളിൽ സ്പ്രേ ചെയ്യേണ്ടത്? എത്തിഫോണ് ഇതെല്ലാം തന്നെ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ 4 മാസം കഴിയുമ്പോഴാണ് പൂ ഉണ്ടാകുന്നത്. അപ്പൊ പൂക്കാലത്തിന് 4 മാസം മുന്നേ ആയിട്ട് സ്പ്രേ ചെയ്യണം. ഓക്കെ. ഈ വാഴക്കുളത്ത് പിന്നെ പൈനാപ്പിളിന് സ്പ്രേ ചെയ്യുന്ന അത് തന്നെയാണ് എത്തിഫോൺ എന്ന് പറഞ്ഞാൽ? അത് തന്നെയാണോ? എത്തിഫോൺ തന്നെയാണ്. അത് തന്നെയാണ്. റൈപ്പനിങ് ഹോർമോൺ, അതായത് മാമ്പഴം പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ്. ഇത് ഫ്ലവറിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണോ? അതെ അതെ. നമ്മളിപ്പോ പുകയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണില്ലേ, ആ പുകയിൽ നിന്നും റിലീസ് ചെയ്യുന്നത് എത്തിലീനാണ്. എത്തിലീനാണ് ഇതിലെല്ലാം ബേസിക്കലി അടങ്ങിയിട്ടുള്ളത്. ഇത് പുകയ്ക്കേണ്ട സമയം വൈകുന്നേരങ്ങളിലാണോ? എത്ര മണിയൊക്കെ ആകുമ്പോഴാണ്? വൈകുന്നേരം മതിയാവും. വൈകുന്നേരം. അതങ്ങനെ ഡെയിലി ചെയ്യണോ? ഒരാഴ്ച കണ്ടിന്യൂസ് ഡെയിലി ചെയ്യണോ? എങ്ങനെയാണ് ഫ്രീക്വൻസി? അത് പക്ഷെ അത്ര വലിയ എഫക്റ്റ് ഉള്ള സംഭവം അല്ല. എന്ന് വെച്ചാല് പല പഠനങ്ങളും പറഞ്ഞിരിക്കുന്നത് നമ്മള് ട്രഡീഷണൽ ആയിട്ട് പാരമ്പര്യമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അത്ര വലിയ ഒരു ഷുവർ ആയിട്ടുള്ള ഒരു മെത്തേഡല്ല. പുകയ്ക്കുക എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് തന്നെ എത്തിലീനാണ് ആ പുകയിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. താങ്ക് യു. മാഡത്തിന്റെ ഫോൺ നമ്പർ ഒക്കെ ഒന്ന് ഇടുവോ? ഇടാലോ, ഗ്രൂപ്പില് ഇട്ടിട്ടുണ്ട് ചാറ്റില്. ഓക്കെ, താങ്ക് യു. ചോദിക്കട്ടെ? എന്താ? ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ചോദിക്കട്ടെ? ചോദിച്ചോളൂ. അത് മാവില് നമ്മള് വർഷത്തിൽ എത്ര തവണയാണ് വളമിടേണ്ടത്? അത് ഏതൊക്കെയാണ്, ഏത് മാസങ്ങളിലാണെന്ന് പറയാൻ പറ്റുമോ? വളമാണോ? വളപ്രയോഗം. അത് ഞാൻ എന്റെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ കായ്ച്ചു തുടങ്ങുന്നത് വരെ നമുക്ക് വളമെല്ലാം തവണയായിട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ കായ് പിടുത്തം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം 2 തവണകളായിട്ട് മെയ് ജൂണിലും ഓഗസ്റ്റ് സെപ്റ്റംബറിലും 2 തവണയായിട്ട് നമുക്ക് 2 മഴയോടനുബന്ധിച്ച് നമുക്ക് വളമിടാം. വളത്തിന്റെ അളവും കാര്യങ്ങളും സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. മേഡം, ഞാൻ കോഴിക്കോട് വിളിക്കുന്നത്. ഈ നാടനങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞല്ലോ, ഒരുപാട് നാടനങ്ങൾ സംരക്ഷിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അതിപ്പോ കർഷകരെ സംബന്ധിച്ച് ഇനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളൊരു ഒരു വൃക്ഷം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് കിട്ടൂലേ? അപ്പൊ വെട്ടിമാറ്റാൻ, വീട് വെക്കാൻ വേണ്ടി വെട്ടിമാറ്റണാണ് വെട്ടിമാറ്റിക്കളെ, അങ്ങനെ സംഭവിക്കുന്ന. അപ്പൊ ഇതിന് ഈ ഒരു മാതൃവൃക്ഷത്തിൽ നിന്ന് 100 കണക്കിന് ഗ്രാഫ്റ്റ് തൈകൾ ഉണ്ടാക്കാമല്ലോ. അതെ അതെ. അപ്പൊ അതിന് നമ്മൾ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? കാരണം ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ ഒരു അപൂർവമായി നല്ല ഇനം മാവ് ഉണ്ടെന്നുണ്ട്, അതിന് നിങ്ങൾക്ക് സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എവിടെയാണ്? എങ്ങനെയാ? സ്ഥലം എവിടെയാണ്? അങ്ങനെ പലതും മുറിച്ച് കളയാണ് പല സ്ഥലങ്ങളിലും. ഇപ്പൊ റോഡിന് വീതി കൂട്ടുമ്പോഴും. അപ്പൊ അതല്ല, എവിടെയാണ് സ്ഥലം മാവുള്ള? കോട്ടയത്താണല്ലേ? അപ്പൊ നിങ്ങൾക്ക് അവിടെ അടുത്തുള്ള കാർഷിക സർവകലാശാലയുടെ കേന്ദ്രത്തിലായിട്ട് ബന്ധപ്പെടുക. അവിടെ മിക്കവാറും ഇപ്പോൾ പ്ലാന്റ് പ്രൊപ്പഗേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവിടെ എക്സ്പെർട്ട് ഉള്ള ഗ്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ സഹായത്തോട് ശാഖകള് പറിച്ചു കിട്ടുകയാണെങ്കിൽ റൂട്ട് സ്റ്റോക്കിലേക്ക് അവിടുത്തെ ഹെൽപ്പ്, അങ്ങനെ
സഹായങ്ങൾ ലഭിക്കാവുന്നതേ ഉള്ളൂ. കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തുള്ള കേരള കാർഷിക സർവകലാശാലയുടെ അടുത്തുള്ള കൃഷി വിജ്ഞാന കേന്ദ്രം അല്ലെങ്കിൽ ഗവേഷണ കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ടാൽ മതി. പിന്നെ അപ്പൊ അതുപോലെ നമ്മുടെ ഗ്രാഫ്റ്റ് തൈകള് ഇപ്പൊ നമ്മളിത് ചെയ്യുമ്പോൾ വളരെ മുൻപ് സൂചിപ്പിച്ച പോലെ പല ബുദ്ധിമുട്ടുകളും അതിനകത്തുണ്ടാകും. അതായത് ഗ്രാഫ്റ്റിംഗ്. അപ്പൊ നമുക്ക് തൈകൾ ഇതുപോലെ ഉത്പാദിപ്പിച്ച് തരാൻ വേണ്ടി ഇപ്പൊ ഒരു മാത്രവൃക്ഷം ഉണ്ടെങ്കിൽ അത് ആവശ്യമുള്ള മുകളകള് നല്ല ഉത്പാദിപ്പിച്ച് തരാൻ അതാണ് ഞാൻ പറഞ്ഞത്. അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തുള്ള കേന്ദ്രങ്ങളിൽ നിങ്ങൾ ബന്ധപ്പെടൂ. തിരുവനന്തപുരത്തുള്ള സ്ഥലത്ത് ഉള്ളതാണെങ്കിൽ വെള്ളായണി ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലേബറേഴ്സിനെ വിട്ട് എടുപ്പിക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മാഡം ഞാൻ ഒരു സംശയം ചോദിക്കോട്ടെ? ചോദിച്ചോളൂ. എന്റെ വീട്ടിൽ ഒരു 5 സേലം മാവുണ്ട്. 5 പഴയതാണ്, 10-30 വർഷം പഴക്കമുള്ളതാണ്. ഇതെല്ലാം 1.5 വർഷം ഇട്ടിട്ടാണ് പൂക്കുന്നത്. കഴിഞ്ഞ വർഷം പൂത്തിട്ടില്ല, അതിന് മുമ്പത്തെ വർഷം പൂത്ത്, അതിന് മുമ്പത്തെ വർഷം ഇല്ല, അതിന് മുമ്പത്തെ വർഷം അങ്ങനെ ഉണ്ടാകുന്നത്. അതിൽ കഴിഞ്ഞ വർഷം ഒരു മാവ് മാത്രം പൂത്ത്, ബാക്കി 4 പൂത്തില്ല. 30 വർഷം പഴക്കമുള്ളല്ലോ. 20-25-30 വർഷം കഴിഞ്ഞ വർഷം പൂത്തത് ചെറുതാണ്, അത് ദീനദീന്ന് വന്നതാണ്. 10 വർഷം പഴക്കം. ആൾട്ടർനേറ്റ് ബെയറിംഗ് ടെൻഡൻസി ഉള്ള ഇനമായിരിക്കാം. അല്ലെ പിന്നെ ഇത്രയും വർഷം ആയതുകൊണ്ട് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള അതിന്റെ ഉൽപാദന ശേഷി കുറയുന്നതും ആവാം. നിങ്ങൾ നല്ല രീതിയിൽ പരിചരണ മുറകൾ ചെയ്തു നോക്കുക, വളമൊക്കെ ഇട്ട് കൊടുത്ത് നോക്കുക, ബാക്കി പരിചരണം ചെയ്തു നോക്കുക. ചിലപ്പോ അത് രക്ഷപ്പെട്ടേക്കും. ഓക്കെ. ഹലോ മാഡം, കേൾക്കാവോ? ഹലോ, നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലായിരുന്നോ? പാക്ലോബ്യൂട്രസോളിന്റെ ആഴം. അതെ. പറയൂ. 10 മുതൽ 15 സെന്റിമീറ്റർ ആഴത്തില് ഒഴിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ എനിക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഇപ്പൊ നിലവിൽ ഇപ്പം വെള്ളായണി കാർഷിക കോളേജിൽ ഇൻസ്ട്രക്ഷണൽ ഫാമില് മാവിന്റെ ഗ്രാഫ്റ്റഡ് തൈകള് വിൽക്കുന്നുണ്ടോ ഇപ്പം നിലവിൽ? ഇപ്പം കറന്റ്ലി ഇപ്പോ വിൽക്കുന്നുണ്ടല്ലോ. അല്ല, അത് മേടിച്ചാൽ അതിന്റെ മുകളിലത്തെ ഭാഗം അല്പം വളർത്തിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് സയോണായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാവോ? അത് ഏതെങ്കിലും പ്രായമായ മാവിൽ നിന്ന് എടുത്തതായിരിക്കുമല്ലോ, ഉത്പാദന ശേഷിയുള്ള, അത് ഉപയോഗിക്കാവോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സയോൺ എന്ന് പറഞ്ഞാല് 3 മുതൽ 4 മാസം പ്രായമുള്ള ശാഖകളായിരിക്കണം. ആ ശാഖകൾ നമ്മൾ ഇത് ചെയ്യുന്നതിന് 2 ആഴ്ച മുന്നേ അതിന്റെ ഞെട്ടിന്റെ പകുതി ഭാഗം നിലനിർത്തിക്കൊണ്ട് ബാക്കി മുറിച്ചു മാറ്റണം. അപ്പൊ അതിന്റെ പാർശ്വമുകുളങ്ങളെല്ലാം വളരെ അധികം ആക്ടിവേറ്റഡ് ആവും. അത്തരത്തിലുള്ള ക്രാഫ്റ്റാണ് നമ്മൾ 2 ആഴ്ചക്ക് ശേഷം മുറിച്ച് ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ കുഞ്ഞു തൈകളിൽ നിന്ന് സാധാരണ സയോൺ കട്ട് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഒരു രീതി ഇല്ല, ഫോളോ ചെയ്യാറില്ല. എന്നാലും അതേതെങ്കിലും പ്രായമായ മാവിൽ നിൽക്കുന്ന മുറിച്ചെടുക്കുന്നത് തന്നെ പ്രായമായ മാവിൽ നിന്ന് തന്നെ ഉള്ളതാണല്ലോ, അതിന്റെ കമ്പിന്റെ ടിപ്പല്ലേ മുറിച്ചെടുക്കുന്നത്? ആണ്. എന്നാലും അത് ഓൾറെഡി ഒരു തവണ ഗ്രാഫ്റ്റ് ചെയ്തതല്ലേ, അതില് ചെയ്ത് നോക്കിയാലേ അറിയൂ. അതിനെ കുറിച്ച് എനിക്ക് വലിയ പിടിയില്ല. അത് കാർഷിക കോളേജിൽ അവിടെ പഠിപ്പിക്കുന്നുണ്ടോ? വെള്ളായണി കാർഷിക കോളേജില് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? ട്രെയിനിങ് ഒക്കെ കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കൂടുതൽ കർഷകരുണ്ടെന്നുണ്ടെങ്കിൽ കൃഷിഭവൻ വഴി സമീപിച്ചാൽ മതിയാവും. അത് അവിടെ ട്രെയിനിങ് കൊടുക്കുന്ന എപ്പിക്കോട്ടൽ ഗ്രാഫ്റ്റിങ്ങും പിന്നെ സ്റ്റോൺ ഗ്രാഫ്റ്റിങ്ങും അത് 2 മാത്രമല്ല ഉള്ളൂ, കയറിങ്ങും ബഡിങ്ങും കൂടാതെ. സാധാരണ ഗ്രാഫ്റ്റിംഗ് മെത്തേഡ്സ് ആയ എപ്പിക്കോട്ടൽ ഗ്രാഫ്റ്റിംഗ്, ക്ലെഫ്റ്റ് ഗ്രാഫ്റ്റിംഗ്, വെഡ്ജ് ഗ്രാഫ്റ്റിംഗ്, അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ഇതൊക്കെയാണ് കൊടുക്കാറ്. അല്ല, ഞാൻ ഈ ചോദിക്കുന്ന ടോപ്പ് വർക്കിംഗ് ചെയ്തിട്ട് വലിയ എക്സിസ്റ്റിംഗ് മരത്തിന്റെ മുകളിൽ ഗ്രാഫ്റ്റ് പറയുമ്പോഴേ നമ്മളത് ഒരു പ്രായോഗിക കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അത് നമുക്ക് അതിൽ ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എപ്പോ വേണം വരാം, അത് ചെയ്യാവുന്നതാണ്. ഇവിടെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, നമുക്ക് അത് ശ്രമിക്കാവുന്നതേ ഉള്ളൂ.
മാം സനൂജാണ്. മാം, വയനാട്ടിന്റെ ഒരു സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിനെ പറ്റിയിട്ടുള്ള ഒരു 2-3 വെറൈറ്റീസ് ഒന്ന് പറയാവോ? അതായത് ഞാൻ ഗ്രാഫ്റ്റഡ് വെറൈറ്റീസും പിന്നെ ഒരു ആൽട്ടർനേറ്റീവ് പോലെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അവിടെ എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പയറി നന്നായിട്ട് വരും. മാം ഒന്നുകൂടി പറയാവോ? ക്ലിയർ ആയില്ല. പൈറി PAIRI. പയറി. ഓക്കെ. കാലപ്പാടി. ഒരു കൊമേഴ്ഷ്യൽ വെറൈറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ഉണ്ടോ? പയറി കമേഴ്ഷ്യലാണ്. നമ്മള് ഏറ്റവും കൂടുതലും മറ്റേ മുതലമടയിൽ നിന്നൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഇനങ്ങളിൽപ്പെട്ട ഒരെണ്ണമാണ് പയറി. ഈ പയറിക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടോ മാം? സാധാരണ ഞാൻ ഇവിടുത്തെ ഒരു മാർക്കറ്റിൽ കണ്ടിട്ടില്ല. ഞാൻ UAE നിന്നാണ് വിളിക്കുന്നത്. ഇവിടെ കണ്ടിട്ടില്ല. മാർക്കറ്റിൽ അത്ര അവൈലബിൾ ആയിരിക്കില്ല. RARS അതിന്റെ ഗ്രാഫ്റ്റ് കൊടുക്കുന്നുണ്ട് അമ്പലവയലിൽ. പയറി ഒരു നോർത്ത് ഇന്ത്യൻ ഇനമാണ്. ഓക്കെ. പിന്നെ മാം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാം പറഞ്ഞു 3 വർഷം കഴിഞ്ഞിട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഈ പ്രൂൺ ചെയ്യേണ്ടത് പറഞ്ഞത്. അപ്പൊ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ അതിൽ കായ പിടിക്കുമോ അതോ അതിന്റെ ആൾട്ടർനേറ്റ് ഇയറിലാണോ അത് വരിക എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. പ്രൂണിങ്ങിന് 3 വർഷം കഴിഞ്ഞ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. പ്രൂണിങ് ആവശ്യം നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ സിറ്റി പ്ലാന്റിങ്ങിന് പോവുകയാണെങ്കിൽ അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു കൂടുതൽ അത് വളർന്ന് വന്നതിന് ശേഷം നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ 1 മീറ്റർ ഹൈറ്റിലേക്ക് പ്രൂൺ ചെയ്യും, അല്ലെങ്കിൽ അതിൽ 70 സെന്റിമീറ്റർ ഹൈറ്റിലേക്ക് പ്രൂൺ ചെയ്യും. മാക്സിമം ഒരു 1 മീറ്റർ വരെ ബ്രാഞ്ചിങ് ഇല്ലാതെ വളർത്തുന്നത് നന്നായിരിക്കും. കാരണം നമുക്ക് അത് മാനേജ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പൊ അതിന് മുകളിലോട്ട് വേണം നമ്മൾ ബ്രാഞ്ചിങ് അലൗ ചെയ്യുമ്പോഴും നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള അല്ലെങ്കിൽ തുല്യ അകലങ്ങളിലുള്ള 2-3 ശാഖകൾ പിന്നെ നമ്മൾ അലൗ ചെയ്യുക. ആ ഓരോ ശാഖയും വളർന്ന് 1 മീറ്ററോളം ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ മുറിച്ചൊരു 70 സെന്റിമീറ്റർ താഴെ വെച്ച് മുറിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും അത് വളർന്നു വരുമ്പോൾ അതിന് ഓരോന്നിന്ന് വീണ്ടും 2 ശാഖ അല്ലെങ്കിൽ 3 ശാഖ അലൗ ചെയ്യുക. അങ്ങനെ ഫൈനലി അതിനൊരു കായിക വളർച്ച അനുവദിച്ചിട്ട് ഒരു കുഴയുടെ ആകൃതിയിലാവുന്ന രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നതാണ് ഒരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൂണിങ്. അതല്ലാതെ നമ്മൾ സാധാരണ വളർന്നു വരുന്ന ഒരു മാവില് വളരുന്ന അടുപ്പിച്ചടുപ്പിച്ച് നിന്ന് തമ്മിൽ വികസിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന ശാഖകൾ മുറിച്ചു മാറ്റാം. കേടുവന്നതും രോഗം വന്നതുമായിട്ടുള്ള ശാഖകളെല്ലാം മുറിച്ചു മാറ്റാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമിതമായിട്ട് ഉയരത്തിലേക്ക് വളരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ നമ്മളെ സൗകര്യത്തിനനുസരിച്ചുള്ള ഹൈറ്റിലേക്ക് നിലനിർത്താനായിട്ട് ചെറിയ രീതിയിലുള്ള ലൈറ്റ് പ്രൂണിങ് കൊടുക്കാം. അപ്പൊ നമ്മള് മാവിന് കായ്ക്കാനായിട്ട് പ്രൂണിങ് വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് അതായത് കറണ്ട് സീസണിലല്ല അത് കായ് പിടിക്കുന്നത്. അതിന് മുന്നത്തെ സീസണിലുള്ള ശാഖകളിലാണ് ഈ വർഷം കായ് വരുന്നത്. അതുകൊണ്ട് പ്രൂണിങ്ങിന് അത്ര വലിയ പ്രസക്തി കായ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് മാവിനില്ല. ഓക്കെ. നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ പ്രൂൺ ചെയ്യുന്നതല്ലേ അതിന് നന്നായിരിക്കുക? അതും ചെയ്യാം ചെറിയ രീതിയിൽ. ഓക്കെ മാം. ഓക്കെ. താങ്ക് യു മാം. താങ്ക് യു. മാഡം, ഈ നമ്മൾ തെങ്ങ് പറിച്ച് മാറ്റി വെക്കുന്നത് പോലെ മാവ് പറിച്ച് മാറ്റി വെക്കാൻ പറ്റുമോ? അതൊരു ചോദ്യമാണ്. മറ്റേ മൂടോടെ മണ്ണോട് കൂടി അല്ലേ? അത് ചെയ്യാൻ പറ്റുമായിരിക്കും. പറ്റുമല്ലേ? പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. പ്രത്യേകിച്ച് ഞാൻ മാവിൻ്റെതായിട്ട് അന്വേഷിച്ചിട്ടില്ല. പറ്റണം. അല്ല, അതന്നേരം എത്ര വിസ്താരത്തിൽ നമ്മൾ അത് എടുക്കണം? കാരണം ഈ മാവിന്റെ വേരെന്ന് പറഞ്ഞാൽ വളരെ ലെങ്തിയിൽ പോകുന്നതല്ലേ. അത് വളരെ കെയർ ചെയ്യണം. നല്ല ആഴത്തിന് എടുക്കേണ്ടി വരും. കറക്റ്റ് ആഴം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ആഴമല്ല ഞാൻ കാരണം ഞങ്ങൾക്ക് ഒരു നല്ല കിളിച്ചുണ്ടൻ മാങ്ങ ഉണ്ട്. അത് വീടിന്റെ ഒരു സൈഡിലാ. അത് വെട്ടിക്കളയേ ഇനി വഴിയുള്ളൂ. പക്ഷെ വെട്ടാനായിട്ടുള്ള മനസ്സും ഇല്ല. അതാണ് ഒരു പ്രശ്നം. നിങ്ങൾ അതിന്റെ ഒരു സയോൺ എടുത്തിട്ടേ
വേറെ നാടൻ ഏതെങ്കിലും മുളപ്പിച്ച ഒരു വർഷം പ്രായമായ അല്ലെങ്കിൽ എപ്പിക്കോട്ടയിലായിട്ടായാലും ഗ്രാഫ്റ്റ് ചെയ്ത് തന്നെ സംരക്ഷിച്ചൂടെ? അങ്ങനെ ചെയ്യാം അല്ലേ? അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കൂടുതൽ തൈകൾ ഉണ്ടാക്കാമല്ലോ. മാവ് നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴേ ഈ ഇത് കമ്പ് കട്ട് ചെയ്തെടുത്ത് എത്ര സമയത്തിനുള്ളിൽ ഇത് ചെയ്തിരിക്കണം, അങ്ങനെ വല്ലതും ഉണ്ടോ? അത് കഴിയണ നേരത്തെ ചെയ്യുക. ഒരു നനഞ്ഞ ടവലിൽ പൊതിഞ്ഞ് ദൂര സ്ഥലങ്ങളിൽ കൊണ്ടുപോകാനൊക്കെ പറ്റും. ഉണങ്ങാതിരിക്കണം. ഫ്രഷ് കഴിയണതും ഫ്രഷ് ആയിട്ട് നമ്മൾ എത്തിക്കണം ഗ്രാഫ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത്. മേഡം അത് സിപ്പപ്പ് കവറിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമല്ലോ. ഒരാഴ്ച സൂക്ഷിച്ചാല് ശരിയാകത്തില്ല. പറ്റും അല്ലേ? ഒരാഴ്ച വരെയൊക്കെ ഇരിക്കുന്ന കുഴപ്പമില്ലാതെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ സംസാരിച്ച ആൾക്ക് കിളിച്ചുണ്ടമാവിന്റെ സ്ഥലങ്ങളിൽ കൊണ്ടുവരാം നിങ്ങൾക്ക്. അങ്ങനെ ശാഖകൾ ശേഖരിച്ചേ ഫ്രഷായ രീതിയിൽ ഇവിടെ എത്തിക്കാമെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ടും ചെയ്യാം. കിളിച്ചുണ്ട മാവിന്റെ സയോൺ എടുത്ത മറ്റൊരു മാവിലെ അദ്ദേഹത്തിന് ഗ്രാഫ്റ്റ് ചെയ്യാമല്ലോ. എന്റെ വീട് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവെന്ന് പറയും. അവിടെയാണല്ലേ? ഞാൻ ആലപ്പുഴ, അല്ലെങ്കിൽ അടുത്തെങ്ങാനും ഞാനങ്ങ് വന്നേനെ. അല്ല, ഞാൻ ഒറിജിനൽ ആലപ്പുഴക്കാരനാണ്. കുട്ടനാട് ആലപ്പുഴ ടൗണിലൊക്കെ ഉള്ള ആളാണ് തന്നെ. ഇവിടെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ സെറ്റിൽഡ്. സെൻട്രൽ ഗവൺമെന്റ് സർവീസിലാണ് റിട്ടയറായി. ആലപ്പുഴയ്ക്ക് എങ്ങാനും വരികയാണെങ്കിൽ ഒന്ന് വരണേ. വേറെന്താ പറഞ്ഞത്? അനിൽകുമാർ. ഞാൻ കോണ്ടാക്ട് ചെയ്യാം. ആലപ്പുഴയിൽ എവിടെയാ സ്ഥലം? എവിടെ? പുന്നപ്ര. അറിയാം. ഞാൻ എസ് ഡി കോളേജിൽ പഠിച്ചതാ, ധാർവാഡ്. ഞാൻ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർന്നോ? കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് ഗ്രൂപ്പിലിട്ടാ മതിയോ? പോസ്റ്റ് ചെയ്താൽ മതിയോ? നമുക്ക് ആൻസർ തരാം. മാവ് കൃഷിയുടെ ഇന്നത്തെ ക്ലാസിന്റെ സംശയങ്ങൾ തീർന്നെന്ന് വിശ്വസിക്കട്ടെ. സംശയങ്ങൾ ഉള്ളവർ ചാറ്റ് ബോക്സിൽ തന്നിട്ടുള്ള ഡോക്ടർ സിനിയസിന്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താലും മതിയാവും. മാവിന്റെ ശാസ്ത്രീയ കൃഷിയും അനുബന്ധ വിവരങ്ങളും ഒപ്പം കൃഷിയിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും വിവരണാത്മകമായി ഡോക്ടർ സിനി ഇന്നത്തെ വെബിനാറിൽ അവതരിപ്പിച്ചു. ഈ ക്ലാസ്സിനായി വിലപ്പെട്ട സമയം മാറ്റിവെച്ച ഡോക്ടർ സിനിക്ക് സംഘാടകരുടെയും കർഷക സുഹൃത്തുക്കളുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഈ സെമിനാറിൽ സജീവമായി പങ്കെടുത്ത എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വെബിനാർ പരമ്പരയിലെ അടുത്ത ക്ലാസ് നവംബർ 11-നാണ്. നടീൽ വസ്തുക്കളുടെ ഉൽപാദനമാണ് വിഷയം. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ സിനിയാണ്. നിങ്ങൾ ഏവരുടെയും സജീവ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.